സോ ഗൈസ് എല്ലാവർക്കും ഒഫീഷ്യലി വെൽക്കം. കട്ടൻ ചായ ഡബിൾ ഡബിൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന, കുറേ നാളായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ പോഡ്കാസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ദെൻ എനിക്ക് തോന്നുന്നത് ഇത് ആവശ്യത്തിൽ കൂടുതലല്ല, നല്ലൊരു ഫീൽഡാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിലാണെങ്കിലും ഇപ്പോൾ പോകുന്ന ട്രെൻഡ് അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് സിഗ്നിഫിക്കൻ്റ് ആകാൻ പോകുന്നൊരു ഫീൽഡാണ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ കുറേ നാളായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്ന് ഒഫീഷ്യലി ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. സോ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങളൊക്കെ ലെറ്റ്സ് എന്തായാലും ഞങ്ങൾ ഈ വർഷം എന്തായാലും ഇത് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ആൻഡ് അത് പോകുന്നതനുസരിച്ച് പിന്നെ ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവും. സോ കുറേ എപ്പിസോഡിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വന്ന് നോക്കാൻ പറ്റിയൊരു എപ്പിസോഡാണ്. തിരിച്ചു നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്തത്, ആൻഡ് അന്നത്തെ ലുക്ക്, അന്നത്തെ സംഭവങ്ങളെല്ലാം ഞങ്ങളന്ന് ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാൻ പോകുന്ന ഒരു എപ്പിസോഡാണിത്. സോ ഒഫീഷ്യലി എപ്പിസോഡ് നമ്പർ 1 ആണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി എല്ലാം കറക്റ്റായിട്ട് പോയി ഇതായിരിക്കും ലൈവ് പോകാൻ പോകുന്നത്. സോ സോ ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്നൊരു 30 സെക്കൻഡ് റാപ്പപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഈ ഇരിക്കുന്ന പാനലിലുള്ള ഞങ്ങൾ 5 ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് 5 പേർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തോന്നുന്ന കുറേ ടോപ്പിക്കുകൾ, അതിൽ ഞങ്ങളുടെ ഒപ്പീനിയൻ, തോട്ട്സ്, സംഭവങ്ങളായിരിക്കും ഞങ്ങൾ ഒഫീഷ്യലി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ എഗ്രി ചെയ്യുന്നവരുണ്ടാവും, ഡിസഗ്രി ചെയ്യുന്നവരുണ്ടാവും. ആൻഡ് കുറേ ടോപ്പിക്കുകൾ, ഇതിലൊന്നും ഞങ്ങൾ ഭയങ്കര ജ്ഞാനികളും സംഭവമൊന്നുമല്ല. ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒപ്പീനിയൻസ്, അതിൽ ഒബ്വിയസ്ലി ഞങ്ങളെക്കാട്ടും ഭയങ്കര വിവരമുള്ള ആൾക്കാരുണ്ടാവും. സോ അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് പറയാം, ഇതാണ് സംഭവം എന്നുള്ളത്. സോ ആൻഡ് ഞങ്ങളും ഓപ്പൺ ടു ചേഞ്ച് അവർ തോട്ട്സ് ആൻഡ് സംഭവങ്ങളാണ്. കാരണം ഞങ്ങൾ ഇവോൾവ് ചെയ്ത് വരുന്നുള്ളൂ. സോ ദാറ്റ് ബീങ് സെഡ്, ഞാൻ ഒഫീഷ്യലി ഇതിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിക്ക്, എല്ലാവർക്കും ഇന്ന് ഒരു ടോപ്പിക്കേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് റാപ്പപ്പ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഒരു ടോപ്പിക്കേ ഉള്ളൂ. ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിക്ക് ഒന്നുമില്ല. ബൈ ദ വേ, എൻ്റെ പേര് സേതു എന്നാണ്. ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഒരു വിവാദമായിട്ട് നടക്കുന്ന, ബട്ട് അറ്റ് ദി സെയിം ടൈം കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്നത് നമ്മുടെ ദിലീപ് കേസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ. എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി അവർ ഇപ്പോൾ അതിൽ നിലവിൽ വന്ന കോടതിയുടെ സംഭവം കുറേ പേർക്ക് അക്സെപ്റ്റബിൾ അല്ല. ആൻഡ് ഇപ്പോൾ നിലവിലത്തെ പ്രോസിക്യൂഷനും ആൻഡ് ക്രൈം ബ്രാഞ്ചും ആൻഡ് ഒഫീഷ്യലി ഗവൺമെൻറ് അതിന് വീണ്ടും ഹൈക്കോർട്ടിൽ അപ്പീൽ ചെയ്യാൻ പോവാണ്. സോ അപ്പോൾ ഒഫീഷ്യലി 7-8 വർഷത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോയി. സ്റ്റിൽ കേസ് ക്ലോസ്ഡ് അല്ല. സോ അതിൽ എല്ലാവരുടെയും തോട്ട്സ് വരുന്നുണ്ടാവും. അതാണ് എൻ്റെ ടോപ്പിക്ക്. നിന്നിൻ്റെ പറഞ്ഞു. ഓക്കെ, എൻ്റെ പേര് സംഗീത് എന്നാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരും റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ലൈഫ് വെച്ച് നമുക്ക് തോന്നുന്നത് എന്താണ്, നമ്മളൊരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഹോപ്പ്ഫുള്ളി ബോറിംഗ് ആയിരിക്കത്തില്ല. ബാക്കി അടുത്ത ഷൈനോട് എടുത്ത് നമുക്ക് ചോദിക്കാം. ഹായ്, എൻ്റെ പേര് ഷൈനോ. എൻ്റെ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ടി വി സീരീസോ ഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെന്നും, പിന്നെ എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം എന്നും, കറൻ്റ്ലി ഞങ്ങളുടെ ഫേവറേറ്റ്സ് എന്നതിനെപ്പറ്റി ഒരു ചെറിയൊരു സംസാരം. ഓക്കെ, ഹായ് ഗൈസ്, ഞാൻ വൈശാഖ്. സോ എനിക്ക് 2 ടോപ്പിക് ഉണ്ടെന്ന്. ആദ്യത്തെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുള്ളൂ, അപ്പോൾ നമുക്ക് കുറച്ച് കോൺസ്പിറസീസ്, കുറച്ച് ഫൺ, നമുക്ക് സാന്റാ ക്ലോസിനെ കുറിച്ച് സംസാരിക്കാം. പിന്നെ രണ്ടാമത്തെ ഇവിടുത്തെ കുറച്ച് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. സോ അത് CRA ഇവിടെ ഉള്ളവർക്ക് അറിയാം, റവന്യൂ ഏജൻസി. സോ അവരെ പറ്റി കുറച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ബേസ് ചെയ്താണ്. ഓക്കെ, നമുക്ക് വഴി എന്താണെന്ന് അറിയാം. ഹലോ ഗൈസ്, ഞാൻ ബെൻസൺ. എൻ്റെ ടോപ്പിക് വളരെ സിമ്പിളാണ്. ഏരിയ 51 ഏരിയ 51 ചെറിയ ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക്ക് കോൺട്രവേഴ്ഷ്യൽ അല്ല, അധികം സംസാരിക്കാൻ. അതെ, ഏലിയൻ മിത്താണോ അതൊരു ടോപ്പ് സീക്രട്ട് മിലിറ്ററി ബേസ് ആണോ അതാണെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇവർക്കൊക്കെ എന്താ തോന്നുന്നത് പറയട്ടെ. സോ അത് അഗൈൻ അത് ഞാൻ ഇവരോട് പറയുമായിരുന്നു, അത് ഒരു 10-15 മിനിറ്റ് റാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. പക്ഷേ ജസ്റ്റ് ആൾക്കാർക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നോക്കും. ഞങ്ങൾ ഈ ഒരു ടോപ്പിക് ഞങ്ങൾ ഇതുവരായിട്ട് സംസാരിക്കാത്ത ഒരു ടോപ്പിക്കാണ്. സോ എങ്ങനെ വരാമെന്ന് ഞങ്ങൾ നോക്കാൻ പോവുക. പക്ഷേ അത് ഇച്ചിരി പോകാൻ പോകുന്ന ടോപ്പിക്ക്. ദാറ്റ് ബീങ് സെഡ്, നമുക്ക് ഒഫീഷ്യലി സംഭവത്തിലേക്ക് കടക്കാം. സോ മേ ബി എൻ്റെ ടോപ്പിക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ദിലീപ് കേസ്. ആൻഡ് ദിലീപ് കേസിൻ്റെ റീസെൻറ്റ്, സോ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, അതിൻ്റെ ലോക്കൽ ലെവലിലുള്ള കോർട്ടിൽ നിന്ന് അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നായിരുന്നു ദാറ്റ് ദിലീപ് അതിൽ ഇൻവോൾവ് അല്ല, ഇത്രയും പേരാണ് ഇതിൽ ഇൻവോൾവ്, ആൻഡ് അതിലുള്ള ഇത്രയും പ്രതികളുടെയും പേരുകളും വന്നായിരുന്നു. ബട്ട് ദെൻ കുറേ പേര് അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് നടക്കാൻ പാടില്ലായിരുന്നു, ഇത് ഒട്ടും കറക്റ്റായില്ല, എന്തിനാണ് ഇങ്ങനെ ഇത്രയും നാളൊരു പുള്ളിനെ ചെയ്ത്, അതൊട്ടും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് വന്നു. വേറെ സൈഡ് അവർ സ്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല. അവർക്കും വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ഉണ്ട്. ഈ സംഭവം കറക്റ്റ് അല്ലായിരുന്നു. എന്തൊക്കെ ഇതിന് പൈസയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, പവറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെയല്ല, അവൾക്കൊപ്പം ആ ഒരു മൂവ്മെൻറ്റ് അതും കത്തിക്കയറി നിൽക്കുന്ന സമയം അതിൻ്റെ ഇതായിട്ട് ദിലീപിൻ്റെ എനിക്ക് ഒന്ന് ഒരു ഹോട്ടൽ എന്തോ അടിച്ചു പൊളിച്ചു, ഒന്നിൽ കൂടുതലെന്തോ ഹോട്ടലിൽ അടിച്ചു പൊളിച്ചു. പിന്നെ ആൾക്കാരുടെ, സോ ആ ഒരു ക്യാമ്പയിൻ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം ഓപ്പോസിറ്റ് സൈഡിലും ആൾക്കാർ സ്റ്റിൽ കുറേ പേര് മൂവി കാണാൻ പോകുന്നുണ്ട്. ആൾക്കാർ പറയുന്നത്
വാട്ട് എവർ ഈസ് ദി കേസ് മൂവി ഞങ്ങൾക്ക് സ്റ്റിൽ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ്. സോ ഞങ്ങൾ മൂവി കാണാൻ പറയുന്ന ഒരു സൈഡും ഉണ്ട്. സോ മോർ ദാൻ ഞങ്ങളുടെ ഒപ്പീനിയൻ, ഞാൻ ജസ്റ്റ് ഈ ഒരു പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ വന്നേക്കുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ച് ഒഫീഷ്യലി ഫൈനലി ഡിസൈഡ് ചെയ്തേക്കുവാണ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഈ സംഭവം. സോ എന്ന് ന്യൂ ഇയറിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് കോടതി തുറക്കുന്നു, അന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ചതിന് അപ്പീലിന് പോവാണ് ഹൈക്കോർട്ടിൽ. സോ അതിൽ ഞാൻ ഇടാൻ കാരണം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ തോട്ട് ഇതാണ്. സോ എനിക്കറിയത്തില്ല പുള്ളി കുറ്റവാളിയാണോ അല്ലോ എന്ന്. എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പിന്നെ എനിക്ക് കുറച്ച് പാസ്റ്റിൽ ഞങ്ങൾ ഈ ടോപ്പിക്ക് എന്ന് പോലും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. അതിൽ എനിക്ക് ഇതുവരെയായിട്ടും എനിക്ക് കൺക്ലൂസീവായിട്ട് തോന്നിയ ഒരു ടോപ്പ് 3 പോയിന്റ്സ്, അതിലേക്ക് ഞാൻ മിസ് ചെയ്ത കുറേ പോയിന്റ്സ് ഉണ്ടാവും. എനിക്ക് മനസ്സിലായ 3 പോയിന്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സോ നമ്പർ 1 ആയിട്ട് മേ ബി വരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെമ്മറി കാർഡ്, ലൈക്ക് ഏതോ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയുന്ന ഒരു മെമ്മറി കാർഡ്, അത് കോടതി എന്തുകൊണ്ടോ, സോ അതെനിക്ക് ഇതുവരെയായിട്ട് അതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. പക്ഷേ കോടതി ബേസിക്കലി ആ മെമ്മറി കാർഡ് അത് ആദ്യം വീഡിയോ കിട്ടിയപ്പോൾ അത് കറപ്റ്റഡ് ആയിരുന്നു. സോ അത് വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഒഫീഷ്യലി കാണാൻ പറ്റുന്നില്ല എന്നുള്ള സംഭവമായിരുന്നു. ബട്ട് ദെൻ അത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവർ ചെയ്ത സംഭവങ്ങളൊന്നും വർക്ക് ചെയ്തില്ല. അപ്പോൾ 2018 2019 ദിലീപിൻ്റെ സൈഡ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ മെമ്മറി കാർഡ് ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, ഞങ്ങളത് റെഡിയാക്കി കൊണ്ടുവരാം. അങ്ങനെ അവസാനം കോടതി പറഞ്ഞു, ഓക്കെ നിങ്ങൾ റെഡിയാക്കി കൊണ്ടുപോകാം, അതാ പിടിച്ചോ മെമ്മറി കാർഡ്. സോ അതിലെനിക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ, ഓൾദോ പുള്ളി സ്റ്റിൽ അക്യൂസ്ഡ് അല്ല, ജസ്റ്റ് അക്യൂസേഷൻ മാത്രമേ ഉള്ളൂ, പുള്ളി കൺവിക്റ്റഡ് അല്ലായിരുന്നു. ബട്ട് ദെൻ സ്റ്റിൽ ഒരു ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു എവിഡൻസ് അത് കോടതി പുള്ളിക്ക് കൊടുക്കാൻ പാടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, എനിക്കിതിനായിട്ട് അതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. ബട്ട് ദെൻ അറ്റ് ദി സെയിം ടൈം ഞാൻ നോക്കിയപ്പോൾ ലീഗലി അങ്ങനെ പറ്റും. കോടതിക്ക് തോന്നുവാണ് പുള്ളി ടാമ്പർ ചെയ്യില്ലാന്ന് തോന്നുവാണെങ്കിൽ കൊടുത്തു വിടും എന്നുള്ളതുണ്ടെന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് കൊടുത്തു വിട്ടു, തിരിച്ചു വന്നപ്പോഴത്തേനും ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഇപ്പോൾ ഫുള്ളി പോയി. അതിന് ഒരു വലിയൊരു സ്ക്രാച്ച് അതിൻ്റെ തുറന്നിട്ട് അതിൻ്റെ അകത്ത് വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അത് പുള്ളിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു, പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാണ് വന്നേക്കുന്നതെന്ന് പറയുന്നത്. ബട്ട് ദെൻ കോടതി അവസാനം കൺക്ലൂഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് തന്നെയാണ് ചെയ്തതെന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ ദിലീപ് പറഞ്ഞിട്ട് ജയിച്ചെന്ന് ഉറപ്പില്ല. മേ ബി കാര്യം അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ വീണ്ടും വരുന്നുണ്ട്. കാര്യം കോടതി ജസ്റ്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് എടുത്തുകൊണ്ടേ കൊടുക്കുന്ന ആളുണ്ട്, അതിനിടയ്ക്ക് കുറേ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആയേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ദെൻ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇന്നിപ്പോൾ അത് കോൺസ്പിറസി, അതിനിപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ 10 വർഷം കഴിഞ്ഞാൽ ആൾക്കാർ സ്റ്റിൽ പറയും അത് ദിലീപായിരിക്കും ചെയ്തത് അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്തത്. അതിൻ്റെ ലോജിക്ക് എനിക്ക് ഇതിലായിട്ട് മനസ്സിലല്ല. ബട്ട് ദെൻ എന്നെക്കാട്ടും അറിയുന്ന ആൾക്കാരുണ്ടാവും. സോ അതൊന്ന്. അത് രണ്ടാം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിലീപ് ഈ ഒരു ടൈം റേഞ്ചിൽ കുറേ തവണ ഫോൺ മാറി, കുറേ തവണ പുള്ളിക്ക് ഒരു ഫോൺ ഇല്ലായിരുന്നു, പല ഫോണുകളിലേക്ക് മാറി. ആൻഡ് ദെൻ ഈവൻ കുറേ കോൺടാക്റ്റുകൾ പുള്ളിയുടെ ഒഫീഷ്യൽ സർക്കിളിൽ വരുന്ന ആൾക്കാർക്ക് പുറത്തേക്കുമായിട്ടുള്ള കോൺടാക്റ്റുകളിലേക്ക് ആ ഒരു സുനി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടീമുമായിട്ടുള്ള കോൺടാക്റ്റുകൾ കുറേ പ്രൂവ് ചെയ്യുന്ന സംഭവമുണ്ടെന്ന് പറഞ്ഞു. ബട്ട് ദെൻ കോടതിയുടെ കൺക്ലൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവസാനം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ അത് പ്രൂവ് ചെയ്യുന്നില്ല ഇവർ തമ്മിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് റിലേഷൻ ഉണ്ടെന്ന്. മേ ബി ജനറൽ ആയിരിക്കാം, മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ഒരു പാറ്റേൺ സംഭവം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. സോ 2. മൂന്നാം സംഭവം അത് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കാണെങ്കിൽ അന്ന് 2016 ഇത് ഒഫീഷ്യലി ബ്രേക്ക് ഔട്ട് ആയപ്പോൾ എൻ്റെ അമ്മ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് ഉറപ്പായിട്ട് ദിലീപ് തന്നെ ആയത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അമ്മ കാരണം? അപ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് അറിയത്തില്ല എൻ്റെ ഹിസ്റ്ററി, ഇതിന് കുറേ ഹിസ്റ്ററി ഉണ്ട്, മഞ്ജു വാര്യർ അത് സംഭവം അങ്ങനെ. അത് ഭയങ്കര പബ്ലിക്കാണ്, ആൾക്കാർക്ക് അറിയാം, ഒരു വലിയൊരു സ്പാർക്ക് അവരുടെ ഇടയ്ക്കിലുണ്ടായിരുന്നു. സോ അത് മൂന്നാം സംഭവം. ഇത് 3 ടോപ്പ് 3 ആയിട്ട് പുള്ളി കൺവിക്റ്റഡ് ആണെന്ന് തോന്നിപ്പിക്കാനുള്ള കാരണം. സോ ഇതൊന്നും കോടതി തള്ളിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ കോടതി പറഞ്ഞത് പുള്ളി കൺവിക്റ്റഡ് അല്ല, പുള്ളി ഇതിൽ ഇൻവോൾവ് അല്ല എന്നുള്ളത്. ബട്ട് ദെൻ എനിക്കതിൽ സാറ്റിസ്ഫൈ അല്ലാത്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ പുള്ളി അല്ലെങ്കിൽ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇത്രയും പേര് ഉള്ളൂ എന്നാണ് നിങ്ങൾ ഒഫീഷ്യലി പറയുന്നത്, അതോ ഇവർക്ക് വേറെ ആരാ കൊട്ടേഷൻ കൊടുത്തത്, സോ അത് ഞങ്ങൾ ഇവൻച്വലി കണ്ടുപിടിക്കും, അതാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? അതോ ഇവർ ഇത്രയും പേര് ഒരുമിച്ചിരുന്നിട്ട് പ്ലാൻ ചെയ്തു, ഓക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ദിലീപിനെ കൊടുക്കാം, ദിലീപിനോട് പൈസ വാങ്ങാം, അതായിരുന്നു? അത് ഇതുവരായിട്ടും കോടതിയിലേക്ക് ഇവൻ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ഞാൻ നോക്കുമായിരുന്നു, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ലൈക്ക് ഇനി ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? കോടതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ദിലീപ് ഇതിൽ ഇൻവോൾവ് അല്ല. ഓക്കെ ഗ്രേറ്റ്. മേ ബി ആ ഒരു വാദം അതിൻ്റെ പുറത്തായതുകൊണ്ടായിരിക്കും. പക്ഷേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് പബ്ലിക്കിന് ഒരു ഇത് കൊടുക്കണമല്ലോ, കാരണം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഓക്കെ അടുത്ത ദിലീപ് ഇൻവോൾവ് അല്ല, പക്ഷേ ഇതിന് എന്താണെന്നുള്ളത് ഞാൻ ഇന്നലെ ഒരു ജഡ്ജ്മെൻറ്റ് ഇടുവാണ്, കണ്ടുപിടിക്കാനുള്ള സംഭവങ്ങൾ നടക്കട്ടെ, പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യട്ടെ. അത് ഒഫീഷ്യലി എനിക്ക് തോന്നുന്നില്ല ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് കാര്യം എനിക്കറിയാം മേ ബി ഇന്റേണലി നടക്കുന്നുണ്ടാവും, പക്ഷേ പബ്ലിക്കിൽ എന്നെ പോലത്തെ ആൾക്കാർക്ക് അറിഞ്ഞാലല്ലോ ഓക്കെ അതിനുള്ള വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ ദിലീപ് അല്ലെങ്കിൽ ആര്, അല്ലെങ്കിൽ ദിലീപ് അല്ലായിരുന്നു, അപ്പോൾ ദിലീപിനെ കൊടുക്കാനുള്ള സംഭവമായിരുന്നു. അതിനൊരു സംഭവം ഇത് സ്റ്റിൽ ഇല്ല, അതിന് വർക്കിംഗ് ആണെന്നുള്ളതും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമില്ല. അതെനിക്കൊന്ന് ഇച്ചിരി ബെറ്റർ ആയിട്ട് അവർ ചെയ്യായിരുന്നു. എന്തായാലും ഒഫീഷ്യലി ഗവൺമെൻറ് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, ക്രൈം ബ്രാഞ്ച് സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ നടിക്കൊപ്പമുള്ള ആ ഒരു ക്യാമ്പയിനും ആ ഒരു ഫിലിമിലെ ആ ഗ്രൂപ്പും സംഭവം അവരൊന്നും ഇതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം വീണ്ടും കണ്ടിന്യൂസ്ലി പോകാൻ പോവുക. അപ്പോൾ എനിക്കിതിരാൻ സംഭവം ഞാൻ ഈ മെമ്മറി കാർഡിൻ്റെ സംഭവം ഇപ്പോഴായിരുന്നു അറിഞ്ഞത്. ലൈക്ക് അത് ഒഫീഷ്യലി പുള്ളിയുടെ കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിനെയും ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് പുള്ളി ടാമ്പർ ചെയ്തു, പിന്നെ എന്തിനാണ് കൊടുത്തു വിട്ടത്? അപ്പോൾ ആ ഒരു സംഭവം അതെനിക്ക് ഇതുവരായിട്ട് മനസ്സിലായില്ല. പിന്നെ ഈ ഒരു സംഭവം ഒഫീഷ്യലി
മുന്നോട്ട് പോകുന്നതിന് എനിക്കിതിൽ മനസ്സിലായത്. സോ അവർ സ്റ്റിൽ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ദിലീപ് അതിൽ ഇൻവോൾവ് ആണെന്നാണ്. അതാണ് ഒഫീഷ്യൽ ആ ഒരു സംഭവം. കാര്യം ദിലീപ് സ്റ്റിൽ ഇൻവോൾവ്. ബട്ട് ദെൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും എവിഡൻസുകളുണ്ടോ? ഞാൻ ഈ പറഞ്ഞ 3 എവിഡൻസുകൾ എനിക്കും ഫുള്ളി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഇതിൽ നിന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ, അതോ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് വിശ്വസിക്കുന്നുണ്ട്. ബട്ട് ദെൻ എനിക്ക് കാണാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക് ഇട്ടത്. ഞാൻ പെട്ടെന്ന് അടുത്ത ആൾക്ക് കൊടുക്കാം. നിനക്ക് ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യാനായിട്ടും? എനിക്കും അത് തന്നെയാന്ന് തോന്നുന്നത്. കാരണം ഇപ്പോൾ ദിലീപ് അല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടും അടുത്ത സ്റ്റിൽ ആ കേസ് ഓൺ ഗോയിങ് ആണ്. സ്റ്റിൽ അതിലാരാ ഇതിന് ഇൻവോൾവ് എന്നാണ് അവർ സ്റ്റിൽ പോലീസ് നോക്കുന്നത്. പക്ഷേ സ്റ്റിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ദിലീപ് തന്നെയാണ്. അപ്പോൾ ദിലീപ് തന്നെയാണെന്ന് അവർ അത്ര ഉറപ്പിച്ച് പറയുന്നെങ്കിൽ അത് ദിലീപിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ആവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയെല്ലാം തെളിഞ്ഞു, പക്ഷെ എന്നാൽ ആരാന്ന് അവർ നോക്കാൻ ശ്രമിക്കുന്നില്ല. അവർ നോക്കുന്നതെന്ന് വെച്ചാൽ ദിലീപ് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. അതൊരു സംഭവം. പിന്നെ എനിക്കിതിൽ 50-50 ആണ് എൻ്റെ ഒരു സംഭവം. എനിക്ക് തോന്നുന്നില്ല ദിലീപ് അത്രയും ഒരു നല്ലൊരു മനുഷ്യനാണെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൽ നിന്റെ മോർ ദാൻ ഒപ്പീനിയൻ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ ഒരു കറണ്ട് സിനേരിയോ ഇല്ലേ, അതിൽ നിന്റെ ടേക്ക്? അതും ഇത് ഹൈക്കോടതി പോകുന്നതിൽ ഹൈക്കോടതി പോകുന്നതിൻ്റെയും ഇതുവരെ വന്നതിൻ്റെ ടേക്ക്? ഹൈക്കോടതി പോകണത് എനിക്ക് ഒന്ന് 100% ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അതിപ്പോൾ ആരും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അത് എന്തായാലും പോകണം. അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ബാക്കി അടുത്ത് ഷൈനോട് എടുത്ത് വയ്ക്കുക. എനിക്കും ഇത് നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നത്. എനിക്ക് മറ്റേ കേസ് കഴിഞ്ഞപ്പോഴേ ഏറെക്കുറെ ഇതുണ്ടായിരുന്നു, ലൈക്ക് ഇവരെന്തായാലും ഇത് ഇവിടെ നിർത്താൻ പോകുന്നില്ല, കുറെ കൂടെ അപ്പീൽ ചെയ്ത് മുകളിലോട്ട് പോകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ആർക്കും എന്തോ ഒരു തൃപ്തിയില്ല, പുള്ളിയെ കൊടുക്കണം എന്നുള്ളൊരു അജണ്ടയായിട്ട് ഇറങ്ങിയേക്കുന്ന പോലെ. എനിക്കറിയത്തില്ല പുള്ളി കുറ്റവാളിയാണോ അല്ലോ എനിക്കറിയത്തില്ല. പുള്ളി നീ പറയുന്ന ഒഫീഷ്യലി പുള്ളി കുറ്റവാളി അല്ല എന്നാണ് I mean, അതാ പറഞ്ഞെ- ആൾക്കാരുടെ ഫ്രണ്ട്? അതാ പറഞ്ഞത് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ആരും സാറ്റിസ്ഫൈഡ് അല്ല. ലൈക്ക് പുള്ളി കുറ്റവാളിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നല്ലത്. നിങ്ങൾക്ക് ആരൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു? ആ ഒരു പർട്ടിക്കുലർ ജഡ്ജ്മെന്റ് വന്നപ്പോഴത്തേന് ആരൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു? അതോ സ്റ്റിൽ കുറവുണ്ടെന്ന് ആർക്കൊക്കെ തോന്നി? ഇത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എന്തോ ഒരു കൈയുണ്ട്, ചെറിയൊരു കൈ ഉണ്ടായിരിക്കും. പക്ഷെ പുള്ളിയുടെ കൈ ഇതുമല്ല, പക്ഷെ അത് അവർ ആ കേസ് കൊണ്ട് എൻഡ് ചെയ്തത് ഒരു ഇത്ര നാളും നീട്ടിക്കൊണ്ട് പോയിട്ട് അത് ഒരു എന്താ പറയാ, ഒരു കൺക്ലൂഷൻ ഇല്ലായിരുന്നു. ഓക്കെ, ഷൈനും സെയിം പോയിന്റ്. എനിക്കും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് വളരെ. തോന്നുന്നത്. കാരണം ഇതിനൊരു ഉറപ്പായിട്ടൊരു ക്ലോഷർ കിട്ടുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. നിനക്ക് എന്താ അടിയാണ്? എനിക്കിത് ഫെയർ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, ഇവർ ഈ മെമ്മറി കാർഡ് കൊടുത്തപ്പം ഒരു സാധനം ഇങ്ങനെ എവിഡൻസ് കൈമാറുമ്പോൾ അവർക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സോ അത് ഇതാ എവിഡൻസ് ഞാൻ കൊടുക്കുന്നത്, ഈ എവിഡൻസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അതുണ്ട്, പോകുന്നതിന് മുമ്പുള്ള ഇതുണ്ട്. പക്ഷെ അത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ദിലീപിന്റെ ഒഫീഷ്യൽ ആരാണോ റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ ബോണ്ടിലാണ് കൊടുക്കുന്നത്, ഓക്കെ, അവരുടെ ട്രസ്റ്റിലാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും വന്നാൽ നിങ്ങളുടെ ഇതിലാണെന്നുള്ളത് അപ്പോൾ ഒരു ട്രസ്റ്റിന്റെ ബേസിൽ, അതല്ലാണ്ട് ഇത് മോണിറ്റർ ചെയ്യാൻ വേറെ ആളില്ല. ഉറപ്പാണോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന്? കാരണം എനിക്കിത് കേട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കാൻ പോലും ചെക്ക് പറ്റുന്നില്ല. ചെയ്തു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, അത് കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യലി ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതങ്ങനെ തോന്നുന്നു ശരിയായത്. പുള്ളി കേസിലുള്ള ആളല്ല. അതിപ്പോ അല്ല, പുള്ളിയുടെ കയ്യിലല്ല കൊടുത്ത ഒഫീഷ്യൽ. പക്ഷേ പുള്ളിയുടെ ആർഗ്യുമെന്റ് ഇതായിരുന്നു, കുറെ നാളെ നീട്ടിക്കൊണ്ട് പോയിട്ട് ഇത് ഇതുവരെ റെഡി ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് റെഡിയാക്കാൻ അറിയുന്ന ആൾക്കാരെ അറിയാന്നുള്ളൊരു സംഭവത്തിൽ കുറേ നാളത്തെ ഇത് കഴിഞ്ഞിട്ട് കൊടുത്തു. അത് ഇവൻ അത് തിരിച്ച് കിട്ടി കഴിഞ്ഞിട്ട് ദിലീപിന്റെ ബെയിൽ എനിക്ക് തോന്നുന്നു കുറേ തവണ അവർ റിജക്ട് ചെയ്തായിരുന്നു. ഇത് പറഞ്ഞിട്ട് ലൈക്ക് ഈ ഒരു സംഭവം ഇവനാണ് ടാമ്പർ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അത് 100% ഉറപ്പായില്ല. ഇപ്പൊ പുള്ളിയുടെ കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി അത് സാധനം ഇല്ലടാ, പക്ഷെ അങ്ങനെ ലോ ഉണ്ട്. അതായത് ഒരു പ്രൂഫ് ഇത് പ്രതിയുടെ ഇത് വക്കീലിനും വാദിയുടെ വക്കീലിനും കൈമാറുന്ന ഒരു പ്രൂഫ് അത് കാണാനല്ലേ, റിവ്യൂ ചെയ്യാനല്ലേ, അല്ല അത് നന്നാക്കാനല്ലോ. അന്നേരം ജസ്റ്റ് കൈ കൊടുത്ത് തിരിച്ചു വാങ്ങിക്കല്ല, അങ്ങനെ കൊടുക്കണം എന്നുണ്ട്. പക്ഷെ അപ്പൊ തിരിച്ചിട്ടുമ്പോ അതേപോലെ ഇവിടെ ഇരിക്കണം. കിട്ടണം. പക്ഷെ ഇതിലൊരു പണിയെടുക്കാനെന്നുള്ള അധികാരം ഇവർക്കൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ലോ ഇല്ല, പക്ഷെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്താ അത് പോയി വന്ന കണ്ടീഷൻ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഇത് കാരണം ഇപ്പൊ പുള്ളിക്ക് അത്ര ബ്ലൈൻഡ് ആയിട്ട് കുറെ കൂടെ എല്ലാ ഇതേപോലെ കേസുകൾക്കും അങ്ങനെയുള്ള ഒരു ഇതിൽ എത്ര കേസുണ്ട്, എല്ലാത്തിനും മോണിറ്റർ ചെയ്യാൻ ഓരോ ആൾക്കാർ വെച്ചിട്ടോ. അതും ഫെയർ ആണ്, Possible ശരിയാ. അല്ല. പക്ഷെ അപ്പൊ ആ റൂള് ഭയങ്കര എന്തോ ഒരു പക്ഷെ അത് അങ്ങനെ ചെയ്യണമെന്ന് ലോ ഉണ്ട്. ബിക്കോസ് അവർക്ക് റിവ്യൂ ചെയ്യണമല്ലോ. പക്ഷെ അങ്ങനെ ഇവർക്ക് റിവ്യൂ ചെയ്യാം, അതിപ്പോ ചെയ്യണം, അതിപ്പോ എല്ലാവർക്കും ചെയ്യണം. പക്ഷെ ഇത് കേടായി ഞാൻ നന്നാക്കി തരാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പോയിട്ട് memory card, the crime സാധനം involved, block ചെയ്യാൻ. digital memory card allegedly contained footage recorded during the assault. The card, okay. How did the court respond? Kerala. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോർട്ട് വെച്ച് ആ മെമ്മറി കാർഡ് ആരും ആക്സസ് ചെയ്തിട്ടുണ്ട് 3 തവണ. കോർട്ട് അവധിയായിരുന്ന ദിവസം എന്താണ്ട് അവരത് ആക്സസ് ചെയ്തു ആ മെമ്മറി കാർഡ്. അത് പക്ഷേ ഇല്ലീഗലാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല. അതാ ഇതെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് മെമ്മറി കാർഡ് കൊടുത്തു വിട്ടവരൊന്നും എനിക്കറിയില്ലായിരുന്നു. Trial, short answer no. So never handed over to Dilip at any point during the
ഇൻവെസ്റ്റിഗേഷൻ ഓർ ട്രയൽ മെമ്മറി കാർഡ് ഡിഫൻസ് വക്കീൽ ഇപ്പോൾ കറൻ്റ്ലി മെമ്മറി കാർഡ് വർക്ക് ചെയ്യുന്നില്ല, അടിച്ചുപോയി. തുടക്കം മുതലേ അത് കറപ്റ്റഡ് ആയിരുന്നു. ബട്ട് ദെൻ സോ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല അത് വെച്ചിട്ട്. തുടക്കം കാണാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അതിങ്ങനെ ഒരു രണ്ടാമത് evidence തിരിച്ചു എടുക്കുന്നത്. വന്നപ്പോഴത്തേനും അതിൽ എന്തോ ഒരു കറപ്ഷൻ ഉണ്ടെന്ന് ഞാൻ 2-3 തവണ ഫാക്ട് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഓക്കെ, തെറ്റാണെങ്കിൽ ഞങ്ങൾ ഇത് വീഡിയോയിലെ സംഭവം എനിക്കൊന്ന് മെൻഷൻ ചെയ്യുന്ന സംഭവത്തിൽ ചെയ്യാം. പക്ഷേ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് മിക്കവാറും അടുത്ത ദിവസം ഈ ഒരു സെയിം സംഭവം ഞങ്ങൾ വീണ്ടും വെരിഫൈഡ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കിയിട്ട് ഇതാണ് ഫാക്ട്സും സംഭവങ്ങളും. നൗ ജസ്റ്റ് ഒരു ചെറിയ ഡൈഗ്രേഷൻ ഫ്രം ദി പോഡ്കാസ്റ്റ്. ഈ പറഞ്ഞ ഫാക്ട്സിൽ നമ്മുടെ മെമ്മറി കാർഡിൻ്റെ പറഞ്ഞ ഫാക്ട് നമ്മുടെ ദിലീപിന് മെമ്മറി കാർഡ് അല്ലെങ്കിൽ ആ ഒരു ടീമിന് ഹാൻഡ് ഓവർ ചെയ്ത് അത് ഇൻകറക്റ്റ് ആണ്. അത് ഞങ്ങൾ ആക്ച്വലി ഫാക്ട് ചെക്ക് ചെയ്തപ്പോഴത്തേനും അങ്ങനെ ആ ഒരു ട്രാൻസ്ഫർ നടന്നത് അത് അണ്ടർ കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലായിരുന്നു. അതിൻ്റെ അത് സൂപ്പർവിഷൻ സംഭവം ഉണ്ടായിരുന്നു. സോ ഒഫീഷ്യലി ആ ഒരു എവിഡൻസ് കൈമാറിയിട്ടില്ല. സോ അത് ഞാൻ റിസർച്ച് ചെയ്തതിൻ്റെ തെറ്റാണ്, എൻ്റെ മിസ്റ്റേക്കാണ്. ബട്ട് ബാക്കി പറയുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റാണ്. സോ അതുകൊണ്ട് എന്നെപ്പോലെ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ ഇച്ചിരി ബിവെയറായിട്ടിരിക്കുക. ബാക്ക് ടു പോഡ്കാസ്റ്റ്. സോ ദാറ്റ് ബീങ് സെഡ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. സ്കിപ്പ് ചെയ്ത് ഓയ്യോ ബെൻസ്ബാഡ് തോട്ട്സ് ആഡ് ചെയ്തോ? അടി. ഇത് സത്യം പറഞ്ഞാൽ ഇവൻ എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു പോയിന്റ്, അത് എനിക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ ഇവൻ പറയാം, ഇത് ഇതിനൊരു എല്ലാത്തിനും ഒരു 100% എവിഡൻസ് ഉണ്ടാവണമെന്നില്ല. എല്ലാത്തിനും ഒരു എവിഡൻസിന്റെ ഒരു അതാ ഉണ്ടാവും, ഇല്ലായ്മ ഉണ്ടാവും. പക്ഷെ അതാണ് ഒരു പ്രശ്നം വരുന്നത്. കോർട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി. ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി എന്നാ. അപ്പൊ അവൻ എസ്കേപ്പ് ആകണമെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവ് നശിപ്പിച്ചാൽ മതി, ഈസി ആയിട്ട് ഊരിപ്പോരാ. മറ്റേ വിക്ടിമിനാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രൂവ് ചെയ്യണം നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു ഫ്യൂ ഇയേഴ്സിൽ കേരളത്തിൽ നടക്കുന്ന ഈ സെക്ഷൽ അസോൾട്ട് കേസ് അതൊരു അറൗണ്ട് ഒരു 2900 നടക്കുന്നുണ്ട് ആവറേജ് കേസിൽ. അതിൽ ഒരു 20% ആണ് കൺവിക്ഷൻ ഉള്ളത്, അതായത് പിടിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാം എസ്കേപ്പായി പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതിൽ ആ SIക്ക് സെക്ഷൽ അസോൾട്ടിന് അത്രയും ഇതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു സാധാരണക്കാരാണ് പകുതി മുക്കാലും. ഇവൻ ഇത്രയും പൈസ ഉള്ളവൻ അല്ലെങ്കിൽ ഇത്രയും പിടിപാട് ഇത്ര എല്ലാം ഉള്ളവൻ, അവനെ ഊരിപ്പോരാൻ അപ്പം എത്ര ഈസി ആയിരിക്കും? ഞാൻ എങ്ങനെ ചിന്തിക്കുന്നത്. ബാക്കി എനിക്കത് രണ്ട് രീതി ചിന്തിക്കുന്നവരുണ്ട്. എഗെയിൻ അവൻ പറഞ്ഞ ഒന്നെങ്കിൽ അജണ്ട ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം, എന്തുവാണോ ആവാം. നമുക്കത് കേസ് മുമ്പോട്ട് പോട്ടെ. ഇത് ഞാൻ നോക്കിയപ്പോൾ ഇത് ലൈക്ലി ടു ഗോ ടു ഹൈക്കോർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കൊടുത്തേക്കുന്നത്. ഈ ഹൈക്കോർട്ടിൽ പോയി കണ്ടിനി ഏകദേശം എത്ര നാൾ എടുക്കുമായിരിക്കും? ഹൈക്കോർട്ടിൽ പോയാൽ ഇത് 10 വർഷം എടുത്തേക്ക് അതിനേക്കാൾ മേലെ പോകും, ഉറപ്പായിട്ടും പോകും. അത് ഇതിന്റെ ജഡ്ജിന്റെ കുറ്റമൊന്നും അല്ല. കാരണം അവർക്ക് അത്രയും വോളിയം ഓഫ് കേസസ് ഉണ്ട്, അവർക്ക് അത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യണം. അതിനിടയ്ക്ക് അതിലൊരു കേസ് മാത്രം ഈവൻ ഇൻ കേസ് ഒരു ദിവസം കോർട്ട് കേസ് വിളിച്ച ദിവസം ആരെങ്കിലും ഒരാൾ വന്നില്ലെങ്കിലും അത് പിന്നെ മാറ്റി വെക്കും. അതും ഒരു ദിവസം എന്നല്ല, അതൊരു ഇത്രങ്ങാണ്ട് ഒരു 3-4 മാസത്തേക്ക് മാറ്റി വെക്കാൻ ഒരു വകുപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ആ കോർട്ട് എക്സ്പാർട്ടി അങ്ങനെ എന്തോ ഒരു സെറ്റ്, അതെനിക്ക് തോന്നുന്നു ചെറിയ എന്താന്ന് തോന്നുന്നു, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമേ ആ ഇത് തള്ളി പോവുള്ളൂ. അത് കുറെ നാളെടുക്കും അതിന് തന്നെ വരാതിരുന്നാൽ തന്നെ. കുറെ നാളെടുക്കും. പിന്നെ എസ്പെഷ്യലി പുള്ളി ഒരു ആക്ടറാണ്. പുള്ളിയുടെ ലൈഫിൽ അധികം വർഷം കളയാനും പറ്റത്തില്ല. ഇപ്പം തന്നെ ഓൾറെഡി ഇത്രയും വർഷം പോയി. അപ്പോൾ ഡിസിഷൻ ഉണ്ടാക്കാൻ അതിനൊരു പ്രഷർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിലല്ലേ, ഹൈക്കോർട്ടിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ കേസ് മാത്രമല്ല അവർക്കൊരു. പക്ഷെ ഈവൻ സൽമാൻ ഖാൻ വണ്ടി ഇടിച്ച് കൊന്നിട്ട് പുള്ളി ആരും അറിയുന്ന പോലും ഇല്ല പുള്ളി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ പുള്ളി സ്റ്റിൽ ഇപ്പോൾ സിനിമ ഉണ്ടാക്കുന്നു, ഡാൻസ് കളിക്കുന്നു. പൈസ ഉണ്ടെങ്കിൽ ഹൈക്കോർട്ടിലാണെങ്കിൽ എന്തും നടക്കും. ഇത്തിരി വലിച്ചു നീട്ടാൻ അറ്റ്ലീസ്റ്റ് അവന് എതിരെ 100% പ്രൂഫ് ഉണ്ടെങ്കിലും കുറെ നാളത്തേക്ക് വലിച്ചു നീട്ടാൻ പൈസ ഉണ്ടെങ്കിൽ പറ്റും. പോസിബിളാ, അത് കേരളത്തിൽ അത് പോസിബിളാ. അതുകൊണ്ട് എനിക്ക് ഇവൻ കോർട്ട് ഇത് വരട്ടെ, പോകുന്നതല്ലേ ഉള്ളൂ, കോർട്ടിലേക്ക് പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഹൈക്കോർട്ടിൽ പോയാലും നമുക്ക് കാണാൻ എന്തായാലും പോകാതിരിക്കുന്നു. കുറെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്, കുറെ സപ്പോർട്ട് ഉണ്ട്. പോയാലും ഇപ്പം കാര്യം പറഞ്ഞാൽ പുള്ളി കൺവിക്റ്റഡ് ആണെങ്കിൽ പുള്ളിക്ക് ലാഭമാണ്. കാരണം പുള്ളി ഇപ്പോൾ ഓൾറെഡി ഗിൽറ്റി അല്ലാന്ന് പ്രൂവ് ചെയ്തു. സോ ആ ഡിസിഷൻ സ്റ്റാൻഡ് ചെയ്യുക. എന്നിട്ട് ഇനി ഹൈക്കോർട്ടിൽ പോയിട്ടൊരു 10-15 വർഷം എടുത്താലും 15 വർഷം എടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഓൾറെഡി എല്ലാം ഉണ്ട് ഇതിന്. ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തിട്ടാൽ മതി. മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരുടെ കേസ് എങ്ങനെയാ കാര്യങ്ങൾ പ്രോസസ് അങ്ങനെ വർക്ക് ചെയ്തില്ല. അവര് അടുത്ത ഹിയറിംഗ് അടുത്ത മാസം 15-ാം തീയതി. പണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലോ, നേരത്തെ പറഞ്ഞാൽ എല്ലാം ആദ്യം മുതൽ ഒന്നിന്ന് തുടങ്ങണം. ഇപ്പൊ പക്ഷെ എല്ലാം ഉണ്ടോ, സാധനം എല്ലാം കയ്യിലുണ്ട്. ഹൈക്കോർട്ടിന്റെ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തിട്ടാൽ മതി മൊത്തം. എനിക്കറിയത്തില്ല. പക്ഷെ റിവ്യൂ കുറെ വായിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന്റെ വീഡിയോ ഓഡിയോ അതെല്ലാം ഗോ ത്രൂ ചെയ്യാൻ കുറെ ഉണ്ട്. എന്നാലും അവര് അതിനുവേണ്ടി ഒറ്റ ദിവസം കൊണ്ട് തീർക്കും എന്തോ, നമുക്ക് നോക്കാം. ഒറ്റ ദിവസത്തിൽ എന്തായാലും തീർത്തില്ല. അല്ല, ഐ മീൻ ഒറ്റ ദിവസം മീൻസ് വളരെ ഷോർട്ട് ടൈം കൊണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക്ക്
സാന്റാക്ലോസിന്റെ കുറച്ച് ഫാക്ട്സും സംഭവങ്ങളായിട്ട് കുട്ടികൾക്കായിട്ട് വൈശാഖ് കുറച്ച് കുട്ടികൾക്കുള്ള സംഭവങ്ങൾ ടോപ്പിക്കാണ് ഇത്. സാന്റാക്ലോസ് എൻ്റെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ തമാശ പറയുകയാണെങ്കിൽ ഈ സംഭവം എനിക്കറിയത്തില്ലായിരുന്നു. ഇതിൻ്റെ കുറച്ച് ഐതിഹ്യവും സംഭവങ്ങളും ഉണ്ട്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളുണ്ട്, ഇതെങ്ങനെ വന്നു സംഭവങ്ങളൊക്കെ. സോ അതാണ് ഈ ഒരു ടോപ്പിക്. അപ്പോൾ വൈശാഖിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അതിൽ അഡീഷണൽ ആഡ് ചെയ്യാണെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്യാം. സോ ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ കാരണം എന്ന് പറയുന്നത് തന്നെ വേറെ ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വന്നപ്പോൾ ഞാൻ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പോൾ ഞാൻ ചോദ്യം വേറെ ഒന്നുമല്ല, ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ജനിച്ച ദിവസമാണോ എന്ന് ഞാൻ ചോദിച്ചു. സോ അപ്പോൾ പറഞ്ഞു അല്ല, ക്രൈസ്റ്റ് ജനിച്ച ദിവസം അല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ അത് ശരിയാണെന്ന് എനിക്കറിയില്ല. പ്ലസ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സാന്റാക്ലോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു. അപ്പോൾ പറഞ്ഞു സാന്റാക്ലോസും ക്രിസ്മസുമായിട്ടും ബന്ധമൊന്നുമില്ല. ശരിക്കും സാന്റാക്ലോസ് എന്ന് പറയുന്നത് സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പുള്ളി പണ്ട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, പിള്ളേർക്ക് ഗിഫ്റ്റ്സ് കൊടുക്കുമായിരുന്നു, അങ്ങനെയൊക്കെ. ബട്ട് സ്റ്റിൽ അതും ഈ 25 ഡിസംബർ 25 പറയുന്ന ദിവസമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ എവിടെയും കണ്ടില്ല. പിന്നെ അപ്പോൾ ഞാൻ ഓർത്തു ഇത് ഒരു എന്താ പറയുക, ഒരു ടോട്ടൽ അവിടെ ഇവിടെ ഒരു അവിയൽ പോലെ കിടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഭയങ്കര വിയർഡായിട്ട് തോന്നി എനിക്ക്. ഞാൻ ഓർത്ത് അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പലതരം കോൺസ്പിറസീസും പലതരം വിയർഡായിട്ടുള്ള കാര്യങ്ങളും കേൾക്കാം. സോ അപ്പോൾ ഞാൻ ഓർത്ത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും, എസ്പെഷ്യലി ഇപ്പോൾ ക്രിസ്മസ് എല്ലാവരും ആഘോഷിച്ചൊക്കെ കഴിഞ്ഞുള്ളൂ. ഈ ഒരു ടോപ്പിക്കിൽ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ബെൻസ് ബൈ. കാര്യം ബെൻസ് ബൈ അത്യാവശ്യം റിലീജിയസ് ബെൻസ് ബൈയോടാണ് എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യനും ചോദിക്കാനുള്ളത്. കാരണം ബെൻസ് ബൈക്ക് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ അറിയാം. അപ്പം ശരിക്കും ക്രിസ്തു ജനിച്ച ദിവസമാണോ? തള്ളരുത് പക്ഷേ. ഓക്കെ, കാരണം ക്രിസ്തു ജനിച്ചതല്ല, അത് ഏതോ രാജാവ് ജനിച്ച ദിവസമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് കേട്ടു. ഏയ് അല്ലടാ, ക്രിസ്തു ജനിച്ച ദിവസം, ബട്ട് ആക്ച്വലി ഡിസംബർ 25-നല്ല അല്ല ജനിച്ചത്. ജനിച്ചത് Exactly. ആ ഡേറ്റ് നമുക്ക് അറിയത്തില്ല. അതായത് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇത് നമ്മളിപ്പോൾ ഫോളോ ചെയ്ത ജോർജിയൻ കലണ്ടറാ. അത് ജൂലിയൻ കലണ്ടർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഡിസംബർ 25 അല്ല ക്രിസ്മസ് വരേണ്ടത്, വേറെ ഏതോ ദിവസമാണ് വരേണ്ടത്. പക്ഷേ ക്രിസ്തു ജനിച്ച ഒരു ദിവസം ഉണ്ട്, അതാണ് ക്രിസ്മസ്. അതല്ലാതെ സാന്റാക്ലോസ് കടന്ന് തുള്ളിയ ദിവസം അല്ലല്ല, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ ജനിച്ചു, അല്ലാതെ രാജാവ് അങ്ങനൊന്നുമില്ല. അതായത് അങ്ങനെ ഞാനൊരു സ്റ്റോറി കേട്ടു. രാജാവ് എന്ന് പറഞ്ഞാൽ ഈശോയെ തന്നെ രാജാവ് എന്ന് പറയുന്നത് ദൈവപുത്രൻ, ഒരു ഇസ്രായേലിന് വേണ്ടി ഒരു രാജാവ് എവിടെയോ ജനിക്കുന്നു എന്നൊരു സ്റ്റോറി. അത് അന്നൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ആളുകൾ എക്സ്പെക്ട് ചെയ്തത് ഒരു രാജാവിനെയാണ്, പക്ഷേ ഈശോ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ്. അങ്ങനെ അതല്ലാതെ വേറെ രാജാവൊന്നും എന്റെ അറിവിൽ എനിക്കറിയത്തില്ല. അത് മാറ്റർ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ അപ്പൊ നിനക്ക് ഈ സാന്റാക്ലോസ് ക്രിസ്മസ് അതിനെ കുറിച്ച് സാന്റാക്ലോസ് സംഭവം ഇത്ര ഉള്ള ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ക്രിസ്മസിന്റെ അന്ന് ഒരാൾ ഈ പറഞ്ഞ സെയിന്റ് നിക്കോളാസ് കുറെ പാവപ്പെട്ടവർക്ക് ഗിഫ്റ്റുകൾ കുറെ കൊടുത്തിരുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. പക്ഷേ എന്താ ഇത് ഈ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു, അത് ആ ഒരു ട്രഡീഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ഡീപ്പ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിന്റെ മെയിൻ സംഭവം ഈശോ ജനിച്ചെന്നുള്ളതാണ് ക്രിസ്മസ്. ഞാൻ ഇത് ക്രിസ്മസ് വരുമ്പോഴത്തേക്ക് സാന്റാക്ലോസിനെ ഞാൻ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. നോക്കിയിരുന്നത് ഞാനും മനസ്സിലാക്കിയ മറ്റേ സെയിന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരാൾ ഇത് ഒരു പണ്ട് ഉണ്ടായിരുന്ന പുള്ളിയാ. പുള്ളി ഇതുപോലെ ക്രിസ്മസിന് സമയമാകുമ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമായിരുന്നു. ആ ഒരു ഫിഗറിനെ ക്രിസ്മസിലേക്ക് എടുത്തു എന്നുള്ളൂ, അല്ലാതെ പുള്ളിക്ക് ബന്ധമൊന്നുമില്ല ഇതുമായിട്ട്. ഇപ്പൊ അത് ഇവോൾവ് ചെയ്ത് സാന്റാക്ലോസ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ആൻഡ് ഇതിട്ട ഒരാൾ വന്നു. അത് കൊക്കക്കോള ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മള് കരോളിനൊക്കെ പോകുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ അത്രേ ഉള്ളൂ, അല്ലാതെ ബന്ധമൊന്നുമില്ല. സെലിബ്രേഷൻ അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ മറ്റേ ക്രിസ്മസ് എത്തുമ്പോഴത്തേക്കും ക്രിസ്ത്യൻസ് പള്ളിയിൽ പോകുന്നു, കുർബാനയുണ്ട്, പുൽക്കൂട് കെട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ക്രിസ്ത്യൻസ് പുറത്തേക്കുള്ളവർ അത് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് അവര് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതായിരുന്നു കാണണം ഇത്. ഞാൻ പറയാൻ വേറെ കാര്യം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ സെയിന്റ് നിക്കോളാസിനെ കുറിച്ച് ലൈക്ക് ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാർ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും? ഇല്ല, ഒന്നിനെ പറ്റി സംസാരിക്കുന്നില്ല. സുവിശേഷത്തിൽ ഈശോ ജനിച്ചതിനെ പറ്റി വളരെ ഡീപ്പായിട്ട് ക്ലാസ്. ഈ സാന്റാക്ലോസ് എന്ന് പറയുന്ന സാധനം എക്സ്ട്രാ ഇതിനകത്തോട്ട് ആഡ് പെട്ടൊരു സാധനമാണ്. ബട്ട് സ്റ്റിൽ ഇപ്പം നീ ആലോചിക്കും, നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ മഹാബലി എന്ന് പറഞ്ഞൊരു ഒരു ക്യാരക്ടർ അവിടെ ഉണ്ട്, അതിനാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത്. സോ ഇപ്പൊ ഇവിടെ ഇപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന സാന്റാക്ലോസ് അല്ല, യേശുവാണ്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് അങ്ങോട്ട് എന്തോ ഒരു സാന്റാക്ലോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ഫണ്ടിന് വേണ്ടി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സാന്റാക്ലോസ് തന്നെയാണ് ആദ്യം എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത്. ഈശോ എന്നുള്ള സത്യം പറഞ്ഞ ഫിഗർ അല്ല. ക്രിസ്തു ജനിച്ച ദിവസമാണ് ഞാൻ ചോദിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിൽ നിന്ന് ആൾക്കാർ. ഡിസംബർ 25 എന്ന് പറഞ്ഞ ഒരു ദിവസം പ്രോപ്പർ കറക്റ്റ് അല്ല, നമ്മളൊരു ഊഹം വെച്ച് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഫൺ ഫാക്ട്സ് നീ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഫൺ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കൊക്കക്കോളയുടെ അത് അവരുടെ ആഡിന് വേണ്ടി കൊക്കക്കോള റെഡ് ആൻഡ് ഇതല്ലേ, എനിക്കൊന്നും അത് നീ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇതിൽ ഞാനപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോഴത്തേനും കുറച്ച് ഫൺ ഫാക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ AD 300 സംതിങ്ങിൽ ജീവിച്ചിരുന്ന ആളാണ്, 200 ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിൽ ജീവിച്ചിരുന്ന ആളാണ് സെയിന്റ് നിക്കോളാസ്. ഇതുപോലെ പറഞ്ഞ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുമായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പുള്ളി ആ ഒരു ദിവസത്തിൽ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ അതിൽ ഞാൻ ഫണ്ണായിട്ടുള്ള ഫാക്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് സാന്റാക്ലോസിൻ്റെ ലൈക്ക് ഡ്രസ്സ് ഒരു ടാൻ കളർ ഡ്രസ്സായിരുന്നു ഇതിലൊക്കെ ഫോട്ടോസിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് പച്ച ഇടയ്ക്ക് വരും. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു.
അൺടിൽ ഓർ അൺലെസ് 1930s ഓക്കെ, ഞാൻ കണ്ടിടത്തോളം അങ്ങനെയല്ല. അത് ആ കക്ഷി ആ പുള്ളി, അതായത് സെയിന്റ് നിക്കോളാസ് ധരിച്ചിരുന്നത് ഈ റെഡ് വൈറ്റ് ഡ്രസ്സാ. ഐ മീൻ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ അത് വിന്റർ അല്ലേ, സ്വെറ്റ് ഷർട്ടാ, ഐ മീൻ ജാക്കറ്റാ. അതുകൊണ്ടാണ് ആ ഒരു ഇതിന്റെ പക്ഷെ പുറത്താണ് എൻ്റെ കളർ റെഡ് തന്നെയായിരുന്നു നിർബന്ധമുണ്ടോ? ഞാൻ നോക്കിയപ്പോ അങ്ങനെയാ കണ്ടത്. അപ്പോൾ ഞാൻ കേട്ടത് വെച്ച് ഞാൻ കണ്ടത് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുള്ളി ടാൻ കളർ ഇട്ട് വരും. അൺടിൽ 1930s കൊക്കക്കോള ആൾക്കാർ സമ്മറിൽ മാത്രമേ കുടിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് വിന്റർ അടിപൊളി മാർക്കറ്റിംഗ്. അത് ഐ മീൻ ബ്രില്യൻ്റ്. അത് ആ ഒരു സമയത്ത് തന്നെ അവർ അത്രയും ബുദ്ധിമുണ്ടെങ്കിൽ മേക്ക് സെൻസ്. അവർ ഇന്നും ആ ഒരു ഇവൻ അവരുടെ ഫോർമുല പോലും പുറത്തോട്ട് ഇന്നും അത്രയും വലിയ കമ്പനി ആയിട്ടിരിക്കുന്നു. സോ അവർ 1930s അപ്പോൾ ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ വിന്ററിൽ ഞങ്ങളുടെ ഡ്രിങ്ക് ആൾക്കാർ കുടിക്കണമെങ്കിൽ ഏറ്റവും വലിയ സംഭവം ക്രിസ്മസ്. ഓക്കെ, ക്രിസ്മസിന് സാന്റാക്ലോസിനെ അവർ റീമോഡൽ ചെയ്തു റെഡ് ആൻഡ് വൈറ്റ് വെച്ചിട്ട്. ആൻഡ് ദെൻ അവരുടെ ആഡ് ഞാൻ കുറച്ച് ആ ഒരു സമയത്ത് 1930s കുറച്ച് ആഡ് ഇത് ഓൺലൈനിൽ നോക്കി എല്ലാവർക്കും കിട്ടുന്നുള്ളൂ. ഇത് 1930s ടു ഇത് ഒഫീഷ്യലി ആദ്യത്തെ പോർട്രേറ്റ് ആണ് സാന്റാക്ലോസിന് ഇങ്ങനെ. ഓക്കെ, സോ ഇവരിതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. ആ ഒരു സമയം വരെ ഉണ്ടായിരുന്ന സാന്റാക്ലോസ് ഒരു സാധാരണ മനുഷ്യൻ. ഇതിൽ ഒരു വണ്ണമുണ്ട്, വയറ് തള്ളിയിരിക്കും, മുഖത്ത് ജോയി, ആ ഒരു തീമും ഉണ്ടെന്നു. അത് മാത്രമല്ല, പിന്നെ എൽസ് ഉണ്ട്, റെയിൻഡിയേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഇത് കണ്ടോ, സെയിന്റ് നിക്കോളാസ് വാസ് വിയറിങ് ബിഷപ്പ് റോബ്സ് റെഡ് ഓർ വൈറ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടും കൂടെ വരുന്നുണ്ടോ പറയുന്നുണ്ട്. ഐ മീൻ എന്തോ എനിക്കറിയില്ല. പിന്നെ പുള്ളിനെ കുറെ കവിതകളും സംഭവങ്ങളും അല്ലാതെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുള്ളി മരിച്ചു കഴിഞ്ഞാണെങ്കിലും പുള്ളിയുടെ കുറെ സ്റ്റോറികളും സംഭവം അല്ലാതെ ഉണ്ട്. ഇനി ഇതിന് ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയുന്ന ഇതും ഒരു നല്ല റീലാ. പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അല്ലടാ, ഇത് 1930 കൊക്കക്കോള ഇത് സോളിഡിഫൈ ചെയ്യുന്നേ. അതിന് മുമ്പ് സാന്റാക്ലോസ് ഉണ്ടായിരുന്നല്ലോ. സാന്റാക്ലോസ് പണ്ട് ജീവിച്ചിരുന്ന ആളാ. Colour പക്ഷേ വേറെയായിരുന്നു. അതല്ല, ഈ സാന്റാക്ലോസ് വെള്ളയും ചുമലയും വെള്ളം ഇട്ടോണ്ട് വന്നിരുന്നല്ലോ ആളുകൾ. ഈ റീൽ നീ ഒന്ന് People in the 1930s had a business issue. They were seen as a summer drink because they wanted winter relevance. So Christmas was emotional, nostalgic, and universal. So they didn't invent Santa, but standardized him and put him into their colors. Here's the story. So before Coca-Cola, Santa was a mess. Santa didn't used to look like Santa. He showed up as a thin, stern, bishop-like figure. Elfish troublemakers, brown, green, or muted red coats. Sometimes creepy, sometimes moralizing. So in 1931, Coca-Cola hired illustrator Haddon Sundblom to reimagine Santa for print ads. It wasn't to make Santa famous, but make him feel human, warm, and trustworthy. So he was older but energetic. He had a big belly, rosy cheeks, red suit with white fur, matching to your point, Coca-Cola's brand colors. And he was laughing, relaxed, and approachable. So they didn't chase the culture, but instead trained it. So Coca-Cola is, in fact, in charge of the Santa we know today. What's your favorite one? The first one was സോ അഗൈൻ ഞാൻ നോക്കിയതിലും ഇങ്ങനെയായിരുന്നു കണ്ടേ. ബട്ട് ദെൻ പിന്നെ ഞാൻ നോക്കി വന്നപ്പോൾ ഈ റീൽ ഇങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞ എല്ലാ സംഭവം ഈ റീൽ ഓൾറെഡി ഉണ്ട്. സോ ഈവൻ ചാറ്റ് ജി പി ടി ചോദിക്കുമ്പോൾ ചാറ്റ് ജി പി ടിയും പറയുന്നുണ്ട്. അത് ഇപ്പൊ ഇതിൽ നോ പറയുന്നുണ്ട്, ബട്ട് ഇതിൽ എസും പറയുന്നുണ്ട്. അല്ല, അതായത് ഐ മീൻ ആ റെഡ് വൈറ്റ് വന്നത് റെഡ് ബിഷപ്പിന്റെ ആ ഒരു ബിഷപ്പിന്റെ റോബ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് പിന്നീട് കൊക്കക്കോള സോളിഡിഫൈ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത്. എനിക്കറിയില്ല എന്താ ബട്ട് സ്റ്റിൽ എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതൊരു കൾച്ചർ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഫൺ ഫാക്ട്, പക്ഷേ ഇത് അതാ പറഞ്ഞേ, എന്റെ ഇതിൽ ഇതൊരു ക്രിസ്മസ് എന്ന് സെലിബ്രേഷൻ പറയുമ്പോൾ ആക്കാൻ വേണ്ടിയും ക്രിസ്മസിന് ഇപ്പോഴും സാന്റാക്ലോസ് വരുന്നു വിശ്വസിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? സാന്റാക്ലോസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, അതൊരു ഫണ്ടിന് വേണ്ടിയിട്ടുള്ള എപ്പോഴും ചിമ്മിനിയുടെ അടി പോയിരിക്കും സാന്റാക്ലോസ് ചിമ്മിനി കൂടെ വരും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിൽ തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, നീ സാന്റാക്ലോസിനെ കണ്ടിട്ടുണ്ടോ? സാന്റാക്ലോസ് എന്ന് വെച്ചാൽ ഒരു പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം സാന്റാക്ലോസ് ഇല്ല എന്ന്. പക്ഷെ ഒരു 5-6 വയസ്സുള്ളൊരു ആൾക്ക് വേണ്ടി സാന്റാക്ലോസ് ഉണ്ട്. ആൻഡ് അതിൽ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഹൂ ഈസ് റിയലി സാന്റാക്ലോസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പേരൻസാണ് നമുക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ സാന്റാക്ലോസിൻ്റെ പുറകിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസ്, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമുക്ക് ഗിഫ്റ്റ് മേടിക്കുന്നത്. ആ ഒരു സാന്റാക്ലോസ് ആവുന്നതിൻ്റെ പുറകിൽ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് തരുന്ന ആൾക്കാരാണ്. നമുക്കിപ്പോൾ അറിയാം. പക്ഷേ എനിക്ക് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ പിള്ളേർക്ക് വേണ്ടി ഡെഫിനറ്റ്ലി അവരുടെ പേരൻസാണ് അവരുടെ സാന്റാക്ലോസ്. അവർക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിക്കുന്നു, അവരുറങ്ങുമ്പോൾ അവരുടെ സൈഡിൽ കൊണ്ട് ഗിഫ്റ്റ് വെക്കുന്നു. ഈ ഒരു ഫുൾ സെലിബ്രേഷനെ കുറിച്ച് എനിക്ക് എന്താ തോന്നുന്നത്, ആ ഒരു കൾച്ചറും, അതായത് ക്രിസ്തു ജനിച്ച ദിവസം അന്ന് സാന്റാക്ലോസ് വരുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. സോ അത് ഇപ്പോൾ 25-ാം തീയതി ഇപ്പോൾ ശരിക്കും ആ ഡേറ്റ് അല്ല എന്ന് പറഞ്ഞ് അത് നമ്മളൊരു സംഭവം. പക്ഷേ ഈവൻ ഹിന്ദു കൾച്ചർ വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാത്തിനും ഡേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ അതിൽ അവർക്ക് സ്വന്തമായിട്ടൊരു കലണ്ടറുണ്ട്, ഹിന്ദു കലണ്ടർ. അതിൽ പറയുന്ന ഡേറ്റ് കറക്റ്റാണ്.
അപ്പോൾ അതിന് ശരിക്കും വേറെ ഒരു ഡേറ്റ് ഉണ്ടോ? 25-ാം തീയതി അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഡേറ്റ് ഉണ്ടോ? ഉണ്ട്, പക്ഷേ ഏതാണെന്ന് ആർക്കും അറിയത്തില്ല. ആർക്കും അറിയത്തില്ല. ആർക്കും അറിയത്തില്ല, കാരണം ഇത് പുള്ളിയാണെങ്കിൽ വലിയ ബഹളം ഉണ്ടാക്കാതെ ചെറിയൊരു കളിത്തൊരു ജനിച്ചതല്ലേ. അപ്പോൾ ജനിച്ചാണ്. അത് തന്നെ അതല്ല, പുള്ളി വിന്ററിലല്ല ജനിച്ചത്, പുള്ളി സമ്മറിലാണ് ജനിച്ചത്. സത്യം പറഞ്ഞാൽ ഓട്ടം ആ ഒരു സീസണിലൊക്കെ പുള്ളി ജനിച്ചത്. പിന്നെ ആ സമയത്ത് ജാനുവരി 20 ജാനുവരി 30 ഇല്ലല്ലോ, ആ സമയത്ത് അങ്ങനെയല്ലോ ടൈം നോക്കുന്നത്. ആ സമയത്ത് വേറെ രീതിയിൽ, അതുകൊണ്ട് ആർക്കും അറിയില്ല എപ്പോഴാണ്. അകപ്പാട് അറിയാവുന്ന സൂര്യൻ പകൽ വരും, രാത്രി ചന്ദ്രൻ വരും, അതേ അറിയുള്ളൂ. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ സാന്റാക്ലോസ് ഉള്ളൊരു നല്ല കാര്യം. ഈവൻ ആ കൾച്ചറിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ഫണ്ണായിട്ട് ഒരു പുള്ളി വന്ന് വീട്ടിൻ്റെ പുറത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷേ ഇൻ ദി എൻഡ് whatever is the case, ക്രിസ്മസിന്റെ വൈബ്, ക്രിസ്മസിന്റെ കളർ ഇപ്പോൾ ഈ കൺട്രിയിലാണെങ്കിൽ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന വേറെ ലെവലില്ല. കാര്യം അവർക്ക് വർഷത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ഹോളിഡേയ്സ്. ഈ ഒരു 10-15 ദിവസം കിട്ടുന്ന ആൾക്കാർക്ക് ഫോൺ വിളിച്ച് കിട്ടത്തില്ല. ഓഫാണ്, വെക്കേഷൻ, ഫാമിലി ടൈം. ആ ഒരു തീം ഓവറോൾ, ആ ഒരു ക്രിസ്മസിന്റെ തീം എന്ന് വെച്ചാൽ ജോയ്, ഗിവിങ്, ലവ്. സോ ഇറ്റ്സ് നൈസ്. പക്ഷേ ക്രിസ്മസ് ഈശോ ജനിച്ച ദിവസമാണ്. ജീസസ് ഈസ് ഗോഡ്. ക്രൈസ്റ്റ് ഈസ് കിങ്. സോ ഓക്കെ, സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോഴത്തേന്, അടുത്ത ടോപ്പിക്കിലേക്കാണെങ്കിൽ സംഗീതിൻ്റെ ഫേവറേറ്റ് ടോപ്പിക്, അല്ലെങ്കിൽ സംഗീതിന് സംഗീത് കുറേ റിസർച്ച് ചെയ്യുന്നൊരു ടോപ്പിക്ക്, റിലേഷൻഷിപ്പ് ബീങ്. സോ റിലേഷൻഷിപ്പിനെ കുറിച്ച് ടോപ്പിക്കാണ്. റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ലോങ് ടൈം റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യുന്നത്, അതാണ് ടോപ്പിക്ക്. അല്ല, ലോങ് ടൈം റിലേഷൻഷിപ്പ് അല്ല, ഈവൻ ഷോർട്ട് ടൈം ആണെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. ഓക്കെ, ടു ദ ടേബിളിന് കൂടെ ഉദ്ദേശിച്ചത് എന്താ? ആദ്യത്തെ ദിവസം ടേബിൾ എന്ന് വെച്ചാൽ ആ ഒരു റിലേഷൻ ഹെൽത്തി ആണ്, അതെങ്ങനെ ഒരു ഷോർട്ട് ടൈം ആവുന്നത്? ഷോർട്ട് ടൈം ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ട്. ഷോർട്ട് അപ്പൊ നീ ടൈം ആയിരുന്നു, ഉദ്ദേശിക്കുന്ന പക്ഷെ ഒരു relationship നല്ല എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആയിരുന്നു. രണ്ടുപേരും ഒക്കെ റിലേഷൻഷിപ്പിന് എന്തൊക്കെയാ വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കൊടുത്ത ടേബിളോട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നമ്മൾ Table എന്ന് പറഞ്ഞാ- ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊണ്ടുവരണം എന്നാണോ? അതോ അല്ലല്ല, മുമ്പോട്ട് ആ പോകുമ്പോൾ റിലേഷൻഷിപ്പ് നമ്മൾ കൊണ്ടുവരണം? മീറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് അല്ലടാ, നമ്മൾ മീറ്റ് ആദ്യം- ചെയ്യുമ്പോൾ ഞാൻ ഗിഫ്റ്റ് ഉദ്ദേശിച്ചത് മാത്രം കൊണ്ടുവരാൻ പറ്റും. Personality കാര്യങ്ങളാണോ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം, അല്ലെങ്കിൽ ഇല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. Okay. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇപ്പോൾ ഒരു വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു. Okay. അതിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതുകൊണ്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് പലതരം ഉണ്ട്. അപ്പൊ എങ്ങനെ കരാർ എഴുതുമോ? 2 വർഷം റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് ഉദ്ദേശിച്ചത് ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ ലൈക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് തീരുവാണെങ്കിൽ തന്നെ ഇപ്പോൾ 2 തരം റിലേഷൻഷിപ്പ് ആവാം. ഒരു തരം റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ പറയാം, ഓ എന്ത് ചീത്ത റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ ഒരു തരം റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഓക്കെ ഇത്രയൊക്കെ ചെയ്ത് ഒരു നല്ലൊരു ടോക്സിക് റിലേഷൻഷിപ്പ്. അവരെന്നാണോ നീ പറയുന്നത്? ടോക്സിക് അതിപ്പോ സബ്ജക്റ്റീവാ. എല്ലാവരുടെയും ടോക്സിക് എന്ന് പറഞ്ഞാൽ വേറെ വേറെയാ. ഓക്കെ, പക്ഷെ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഒപ്പീനിയനെ ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലെന്ന് വെച്ച് ഒപ്പീനിയൻ തരാൻ പറ്റില്ല എന്നല്ല. ഇപ്പം നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടായിരിക്കും, ഓക്കെ ഞാൻ റിലേഷൻഷിപ്പിൽ കയറുവാണെങ്കിൽ ഓക്കെ ഞാൻ അറ്റ്ലീസ്റ്റ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോണ ഇതാ, ഞാൻ വേറൊരു പെണ്ണായിട്ട് ചീറ്റ് ചെയ്യരുത്. അതൊക്കെ നമുക്ക് ബേസിക് ഒരു ഐഡിയ ഉണ്ട്. ഈവൻ നമ്മൾ റിലേഷൻഷിപ്പിലാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു സമയം ഞാൻ ചോദിച്ചത്, നമ്മളൊരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഹെൽത്തി ആണെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ അതൊന്നും പുട്ട് ഓൺ ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി പുള്ളിക്കാരത്തി വേറെ ഒരു സൈഡിൽ പോകും. വേറെ ഒരു സൈഡിൽ പോയിട്ട് അവിടുന്ന് അറ്റൻഷൻ നോക്കും, ഇവിടുന്ന് അറ്റൻഷൻ നോക്കും. അത് പക്ഷെ നമുക്കറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഐഡിയ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ മേ ബി നമുക്ക് ഷൈനോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കട്ട്. ഞാനാരാധക. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് അത് ആദ്യം തന്നെ തുടങ്ങാം. ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ എന്താ പറയാ, കുഴപ്പമില്ല. പക്ഷേ അത് കട്ട് ചെയ്യാം, അത്ര ചിരിക്കല്ലേ ദൈവത്തീർത്താരും. ഇല്ല നീ ഒച്ച ഉണ്ടാക്കാൻ. പറഞ്ഞു. സോ എനിക്ക് തോന്നുന്നത് എന്ത് റിലേഷൻഷിപ്പുള്ള ആദ്യം വേണ്ടത് ലോയൽറ്റിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ട്രസ്റ്റ് ഉണ്ടാവണം. പിന്നെ നമ്മൾ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറിനോട് ലോയൽ ആയിരിക്കണം എപ്പോഴും. പക്ഷെ ലോയൽറ്റി എന്ന് പറഞ്ഞാലും അത് സബ്ജക്റ്റീവ് അല്ലേ? അതങ്ങനെ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് വേണ്ടി ലോയൽറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ചെറുക്കിന് മെസ്സേജ് അയക്കരുതെന്നായിരിക്കും. ചിലവർക്ക് വേണ്ടി ലോയൽറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ക്ലിയർ ചെയ്യണം ആദ്യം തന്നെ. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ല എന്ന് നോക്കണം. ആദ്യം തന്നെ അത് ക്ലിയർ ചെയ്യണം. അല്ലാതെ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഡിക്ഷണറിയിൽ ലോയൽറ്റിക്ക് ഇങ്ങനെ അർത്ഥമില്ലെന്ന് പറഞ്ഞ കാര്യമില്ല. ആദ്യം തന്നെ ഗ്രൗണ്ട് റൂൾസ് എല്ലാം സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഓഫ് ലിമിറ്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് പറയുക. പിന്നെ ലോങ് ടേം റിലേഷൻഷിപ്പിൽ ഇതൊക്കെ എന്തായാലും വേണം. പിന്നെ ഷോർട്ട് ടേം റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. കാരണം
കുറച്ച് കാലത്തെ ഇതിന് വേണ്ടിയിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ലോങ് ടേം ആണെങ്കിൽ ഇതൊക്കെ എന്തായാലും വേണം. നൈസ് പിന്നെ ഷോർട്ട് ടേമിൽ നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നൈസ്. എനിക്ക് തോന്നുന്നത് വൈശാഖ് ഇല്ല, ഷൈന പറഞ്ഞ ഫാക്റ്റാണ്. പിന്നെ ലോയലായിരിക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ വെക്കുക. എന്തുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കേസിലാണെങ്കിൽ അവരും നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആയിരിക്കും, നമ്മളും അവരുടെ അടുത്ത് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഒരു റൊമാൻറ്റിക് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നൊന്നും ഞാൻ വളരെയധികം വിശ്വസിക്കുന്നൊന്നുമില്ല. അത് റിലേഷൻഷിപ്പ് ആകുമ്പം റൊമാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫേസ് മാത്രമാണ്. അല്ല, റൊമാൻസ് എന്ന് ഞാൻ അതിൽ ഇട്ടേന്ന് വെച്ചാൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് പലതരം ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു പേരൻസ് തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും. അപ്പോൾ സ്പെസിഫിക്കലി ഞാൻ റിലേഷൻഷിപ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി റിലേഷൻഷിപ്പ് നീ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് തരം റിലേഷൻഷിപ്പ്? അതായത് ഒരു ഒരു ആണ് partner ആയിട്ടുള്ള പാർട്ട്ണറായിട്ടുള്ള അതാണ് ഇത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ആ റൊമാൻറ്റിക് ഇട്ടു എന്നുള്ളത്. അത് റൊമാൻറ്റിക് ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ റൊമാൻറ്റിക് ഞാൻ ആ ഒരു phase റൊമാൻസ് എന്തായാലും പറയുന്നത് കഴിഞ്ഞു. ഒരു ഫേസ് മാത്രമാണ്. അതെന്തായാലും അത് കഴിഞ്ഞു. അതിൽ ഇൻക്ലൂഡ് ആവുന്ന ഒരു ഫേസ് ആണ്. ബാക്കി എന്ന് പറയുന്നത് റെഗുലർ ഒരു റിലേഷൻഷിപ്പാണ്. മെയിൻലി പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞു തീർക്കുക, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുക. അതല്ലാണ്ട് നമ്മൾ ഈഗോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും ഇത് തന്നെ ചെയ്യുള്ളൂ. ഇപ്പം നമുക്കൊരു റിലേഷൻഷിപ്പ് വേണ്ട ഒരാളാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എവിടെ പോയാലും ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. നമ്മൾ ഇന്നൊരു പെണ്ണെ കണ്ട് ഓക്കെ ആ പെണ്ണോട് ഇഷ്ടം തോന്നി, കുറച്ചാൾ റിലേഷൻഷിപ്പിലായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേറൊരു പെണ്ണെടുത്തിട്ട് പോയാലും ഇതൊക്കെ തന്നെ അവിടെ നിന്നും കിട്ടത്തുള്ളൂ. വേറെ വ്യത്യാസമായിട്ട് ഒന്നും തന്നെ കിട്ടാനില്ല. ബട്ട് സ്റ്റിൽ വേറെ തരം ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. സോ നീ ഒരു ടിപ്പ് ഒരു ലൈക്ക് ലെറ്റ്സ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു അവൻ്റെ ഹോപ്പ്ഫുള്ളി അവർക്ക് ലോങ് ടൈം ആവണമെന്ന് ആഗ്രഹമുണ്ട്. സോ അങ്ങനെ ഒരാൾക്ക് നീ ഒരു ടിപ്പ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നീ എന്ത് ടിപ്പ് കൊടുക്കും? ഞാൻ പറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും പ്രോപ്പറായിട്ട്. അത് കൂടുതൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ അത് ആദ്യമേ പറഞ്ഞു, നിനക്ക് നിന്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബട്ട് ശരിയാ, വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അത് എഗ്രി ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയും ഓക്കെ അത്. സോ അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ പുറമെ തന്നെ നമുക്ക് കുറച്ച് സാക്രിഫൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടി വരും, ഹെൽത്തി ആയിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ. ബട്ട് അത്രയൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പം ആഡ് ചെയ്തൊന്നുമില്ല. എന്നാലും അറ്റ് സംഭവം ഇത് ഇപ്പം എന്തോ That's ആർക്കും why ആരുടെ expectations. എക്സ്പെക്ടേഷനോ അല്ല, ഒന്നും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. ഇപ്പം നമ്മുടെ ഒരാളാണ്, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. അവരതെല്ലാം സഹിച്ചോളും, അല്ലെങ്കിൽ എന്തുവാ അവരുടെ അടുത്താണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നുള്ളൊരു സെറ്റപ്പിൽ എടുക്കരുത്. അവർ മനുഷ്യരാണ്, അവർക്കും ഫീലിങ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അവരെ ഹേർട്ട് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ നമ്മളത് ഓർത്തൊന്നും വരില്ല. നമ്മുടെ ചിലപ്പോൾ നമ്മൾ ഓവർ ആക്ട് ചെയ്യും, ചിലപ്പോൾ അവർ ഓവർ ആക്ട് ചെയ്യും. ബട്ട് എൻ്റെ ഡേ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് ഉണ്ട്. പേഷ്യൻസ് ആണ് മെയിൻ. അതായത് ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. മറ്റേ ആളിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ക്യാരക്ടർ നമുക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ അവരിലുണ്ടായിരിക്കും. അപ്പോൾ കഴിവതും ഒരു അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാക്രിഫൈസ് ഉണ്ടാക്കണം. പിന്നെ എന്തുണ്ടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ വാ തുറന്ന് കാര്യം പറ. ആർക്കും അവരുടെ മനസ്സ് കയറി വായിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. തുറന്നങ്ങ് പറയാം. അപ്പോൾ പിന്നെ ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, അവൻ്റെ മൈൻഡ് അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ മൈൻഡ് അങ്ങനെ ചിന്തിക്കുന്നത്, അപ്പോൾ ഞാനിതെങ്ങനെ ഡീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ചിന്തിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അവൻ ഓൾറെഡി പറഞ്ഞു. യൂസ്ഫുൾ ആയിട്ടുള്ള 3 ടോപ്പ് ടിപ്സ് കിട്ടി. ഞാൻ ചെറിയൊരു ടിപ്പ് പറയുവാണെങ്കിൽ അഗൈൻ ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ലത് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരെണ്ണം പറയുവാണെങ്കിൽ ബീങ് ക്ലിയർ വിത്ത് ഇപ്പോൾ ഞാൻ ലോങ് ടൈമിൽ ലെറ്റ്സ് മാരേജ് അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ പോവുകയാണെങ്കിൽ അഗൈൻ എൻ്റെ ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ എനിക്കൊന്ന് ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബബ്ലി ബീങ് ക്ലിയർ വിത്ത് എങ്ങോട്ടേക്കാണ് ലൈക്ക് എങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. കാര്യം തുടക്കത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഫേസിൽ നമ്മൾ മോർ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോർ ഒരു ഡ്രീമിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു ഡ്രീമാണ് നമ്മൾ സെൽ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും പറയാൻ പോകുന്നത്, എല്ലാം അടിപൊളിയായിരിക്കും, എല്ലാം സംഭവിക്കും. കാരണം ആ ഒരു സമയത്തിൽ ആ ഒരു ഹണിമൂൺ ഫേസ് എന്നൊക്കെ ആൾക്കാർ പറയുന്ന പോലത്തെ ആ ഒരു ഫേസ് ആണെങ്കിൽ ഇവൻച്വലി ലൈഫിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, ലോങ് ടൈമിലാണ് വരാൻ പോകുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് എൻ്റെ ലൈഫിൽ ഇതൊക്കെ ആയിരിക്കും പ്രയോറിറ്റി. സോ ലെറ്റ്സ് ടോപ്പ് പ്രയോറിറ്റിയിൽ എന്തായാലും എൻ്റെ പാർട്ട്ണർ ഉണ്ടാവും. ബട്ട് അതിൻ്റെ ഒപ്പം ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും പ്രയോറിറ്റിയാണ്. സോ അതിന് റെഡി ആയിക്കോ. കാരണം ഫ്യൂച്ചറിൽ ലെറ്റ്സ് അവർ കുറേ എക്സ്പെക്ട് ചെയ്തു, കുറേ ടൈം അവർക്ക് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലൈക്ക് ചില ആൾക്കാർക്ക് അതാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് ആ ഒരു സംഭവം വേണം. അപ്പോൾ അത് ഗ്രേറ്റ്, അടിപൊളി. പക്ഷേ ചില ആൾക്കാർക്ക് ലെറ്റ്സ് വേറെയും കുറച്ച് പ്രയോറിറ്റികൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ പറ്റുവാണ്, അപ്രണ്ട് ആവാൻ പറ്റുവാണ്, കല്യാണം പോലത്തെ സംഭവങ്ങൾ അത്രയും വലിയ സംഭവങ്ങളുടെ മുന്നേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നൈസ് ആയിരിക്കും കാര്യം. അങ്ങനെയാണെങ്കിൽ അവർക്കും അറിയാം എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവരും വലിയ എക്സ്പെക്ടേഷനല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഹെൽപ്പ് ആവുമായിരിക്കും ഈ ഫ്യൂച്ചറിൽ ലെറ്റ്സ് വേറെ പ്രയോറിറ്റീസ്. കാരണം ടൈം കുറഞ്ഞു പോകുമ്പോഴത്തേനും അവരുടെ സ്നേഹം കുറഞ്ഞു പോയതല്ല, പക്ഷേ അത് വേറെ പ്രയോറിറ്റീസ് അവർ ഓൾറെഡി പറഞ്ഞ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രയോറിറ്റിയാണ്, ഞാനും ആ ഒരു മിഷനിൽ ഒപ്പമുള്ള ഒരു പ്രയോറിറ്റി ആണെന്ന് തോന്നുമ്പോഴത്തേനും എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യും. അതാണ് ഞാൻ ചെറിയൊരു പോയിന്റ് ഞാനതിൽ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. നിന്റെ ലാസ്റ്റ് പക്ഷെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് സാധനം ഉണ്ടാവണ്ടേ. രണ്ട് സൈഡ് ഇപ്പം നീ ആലോചിക്കുന്നത് ഫീമെയിൽ ആയിട്ടുള്ള ആൾ നമ്മളെ ഫുള്ളി പ്രയോറിറ്റൈസ് ചെയ്തേക്കുക ബാക്കി എല്ലാത്തിനും മുകളിൽ. നമ്മൾ
ഇവരെയും പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, കൂടെ വേറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ പക്ഷെ അതൊരു റിലേഷൻഷിപ്പിൽ എന്തായാലും ആരെങ്കിലും ഒരാൾ ചെയ്യേണ്ടി വരും. ഏതാ ഒരാൾ ഫുള്ളി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഞാനപ്പോൾ പറയാൻ വേറെ കാര്യമല്ല. സോ അപ്പോൾ ഇവർക്ക് ആ സാധനം ഇവരത് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് നിങ്ങളിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. സോ അവർക്കത് ഉള്ളിൽ നിന്ന് ആ സാധനം വരണമെങ്കിൽ നമ്മുടെ ഭാഗത്തും സാക്രിഫൈസ് ഉണ്ടാവണ്ടേ. ഐ മീൻ അവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന കേസിലാണ് എനിക്ക് തോന്നുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രയോറിറ്റി, പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യില്ല. ആണുങ്ങൾ ആരും എക്സ്പ്രസ് ചെയ്യില്ല. നമുക്ക് ഓൾറെഡി ഉള്ളിൽ ഇഷ്ടം അല്ലെങ്കിൽ ഇത് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്നിട്ട് പറയുന്നത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഫീൽ ഉണ്ടായെന്ന് വരില്ല നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. മനസ്സിലായോ? സോ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതാ ഞാൻ ചോദിച്ചത്, അത് രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടാവേണ്ടല്ലേ. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നടക്കണമെങ്കിൽ അതിൽ ഒരാൾ എന്തായാലും ഇച്ചിരി കൂടുതൽ ചെയ്തേ പറ്റുള്ളൂ. രണ്ടുപേരും ഈക്വൽ അല്ലെങ്കിൽ ഒരാൾ ഇച്ചിരി കുറവ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരാൾ എന്തായാലും കൂടുതൽ ചെയ്തേ പറ്റുള്ളൂ, എന്നാലേ റിലേഷൻഷിപ്പ് നടക്കത്തുള്ളൂ. ഒരാൾ കൂടുതൽ ചെയ്യുന്ന കൂടുതൽ കൺസേൺ അല്ലെങ്കിൽ കൂടുതൽ സാക്രിഫൈസസ് എന്ന് വെച്ചാൽ കൂടുതൽ റിലേഷൻഷിപ്സ് കട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി ടൈം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മൾ സ്നേഹിക്കുന്ന കുറവായിരിക്കത്തില്ല, നമ്മൾ അത്രയും തന്നെ അവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ കട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളായിരിക്കും. അത് അവർ മനസ്സിലാക്കണമെന്ന് ഒബിയസ്ലി അവർ മനസ്സിലാക്കണമെന്നില്ല. കാരണം അവരവരുടെ ലൈഫിലെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ഈ സമയത്തൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ഈ ടൈം നിൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ ഇത് വേണം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് വേറെ ആയിരിക്കും. അതവർ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല, കാരണം അവരവരുടെ ലൈഫിൽ ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ കട്ട് ഔട്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫീമെയിലിനെ വേറെ ചെയ്തേക്കുന്നത് അങ്ങനെ. ഇപ്പം നമ്മൾ വേറൊരു കാര്യത്തിലൂടെ ഇമ്പോർട്ടൻസ് കാണിച്ചു കഴിഞ്ഞാൽ അവർ പക്ഷെ എനിക്ക് തോന്നുന്നത് എന്നോട് ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്നോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു ഫീമെയിൽ തിങ് ആയിരിക്കില്ല. ഇപ്പോൾ വേറെ ഒരാളുടെ റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു മെയിൽ തിങ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ആണായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. ശരിയാ. അപ്പോൾ ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കും പറയണത് എനിക്ക് എൻ്റെ ഫാമിലിയോട് ടൈം വേണം. അതെനിക്ക് തോന്നുന്നില്ല ഒരു ഫീമെയിൽ തിങ് ആണ്. പക്ഷേ അതെന്തായാലും ഉണ്ട് അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഇത് എൻ്റെ ചെയ്യുന്നതിൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ എല്ലാവരും അവരുടെ ഇതിൽ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു സംഭവം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളൊരു തേർഡ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ അത് തന്നെ പറയത്തുള്ളൂ, നമ്മളെപ്പറ്റി ശരിയാണെന്നാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ നമ്മളൊരു തേർഡ് പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വേറൊരു ആളുടെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ശരിയാണെങ്കിൽ ഓക്കെ. പക്ഷേ നീ പറഞ്ഞ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് തോന്നുന്നത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ഹ്യൂമൻ നേച്ചർ അതാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണ്. ഈവൻ നമ്മൾ എന്തെങ്കിലും ടോക്സിക് ആയിട്ട് ഇവൻ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ചെയ്ത ചില ഇച്ചിരി കൂടിപ്പോയി അല്ലെങ്കിൽ പറഞ്ഞു ഇച്ചിരി കൂടിപ്പോയി അങ്ങനെ നമുക്ക് തോന്നത്തില്ലേ? അല്ലെങ്കിൽ തോന്നുമായിരിക്കും. പക്ഷെ ഈവൻ ഈ വേറൊരാളുടെ സൈഡ് കേട്ട് കഴിയുമ്പോൾ ആദ്യം നമുക്ക് തോന്നും നമ്മൾ ചെയ്താൽ ശരി, കാരണം നമ്മൾ അവരുടെ സൈഡ് ആലോചിക്കുന്നില്ല, അവരുടെ സൈഡ് കേൾക്കുന്നില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇരുന്ന് അവരുടെ സൈഡ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നിയാലോ അല്ലെങ്കിൽ ശരിയാ, എന്താ അത്രയും പറഞ്ഞ് അല്ലെങ്കിൽ അത്രയും ചെയ്യണ്ടായിരുന്നു, അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ അപ്പോളജൈസ് ചെയ്യാം. അപ്പോളജൈസ് ചെയ്യുക അതൊരു സംഭവമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പക്ഷെ ടോപ്പ് ജി അപ്പോളജൈസ് ചെയ്യോ? ടോപ്പ് ജി എന്തായാലും അപ്പോളജൈസ് ചെയ്യത്തില്ല. ടോപ്പ് ജി അപ്പോളജൈസ് ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങളെ അപ്പോളജൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് അവൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന സംഭവം. അതിലേക്കാണ് അവൻ എത്താൻ നോക്കൊണ്ടിരുന്നത്. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. സോ ഇത് കൺക്ലൂഡ് ചെയ്യട്ടെ. ഇതുകൊണ്ട് ഇത് കൺക്ലൂഡ് ചെയ്യാം. അപ്പം സംഗീത സ്റ്റാൻസ് മനസ്സിലായല്ലോ. മിസോജിനി എന്നുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഇതിൽ വരുന്നതാണ് ഈ പക്ഷേ മിസോജിനി അത് ചെയ്യണമെങ്കിൽ നമ്മൾ ടോപ്പ് ജി ആയിരിക്കണം, അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. ഇല്ല. പക്ഷേ ജോക്സ് അസൈഡ് നല്ല ടോപ്പിക് പോയിന്റ്സ് ആയിരുന്നു ഇവരെല്ലാവരും പറഞ്ഞ. ഞങ്ങളെല്ലാവരും ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തു ഇതൊക്കെ കേട്ടിട്ട് സംഭവം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രോക്ക് ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കൈ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ, പൈസ വേണം. എനിവേസ് അടുത്ത നമുക്ക് ഇച്ചിരി കൂടി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇച്ചിരി കൂടി എക്കോണമിക് ആയിട്ടുള്ള കുറേ പേരെ ചൊറിഞ്ഞിട്ടുണ്ട് സിറ്റുവേഷനിലേക്ക് കടക്കാം. ഇത് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാനഡയിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ 2020 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലത്തെ സിറ്റുവേഷനിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈംസ് ആയിരുന്നു. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്ക് പോകണ്ട, വീട്ടിലിരിക്കാം, രാവിലെ എഴുന്നേക്കാം, ഗവൺമെന്റിന് വേണ്ടി പൈസ അപ്ലൈ ചെയ്യാം, മാസം $2,000 കിട്ടും,
മാസമാണോ? ആ മാസം മാസം $2000 കിട്ടും. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു $1000 ഒരു വീക്കിൽ എന്തോ ആയിരുന്നില്ലായിരുന്നു, $750 സോ അടിപൊളി ടൈമായിരുന്നു. കാര്യം രാവിലെ എഴുന്നേക്കുക, ഫുഡ് ഓർഡർ ചെയ്യുക, ഫുഡ് വരുന്നു, കഴിക്കുന്നു. ഊബർ ഈറ്റ്സ് ഒക്കെ അന്ന് സ്റ്റിൽ വർക്കിംഗ് ആയിരുന്നു, പൈസ ഗവൺമെൻറ് ആയിരുന്നു. ചില ആൾക്കാരുടെ സ്വപ്നം ഡ്രീം ലൈഫായിരുന്നു അന്ന് കാനഡ പ്രൊവൈഡ് ചെയ്തത് കുറേ ആൾക്കാർക്ക്. കാര്യം ഞങ്ങളെപ്പോലെ പണിയെടുക്കാത്ത ആൾക്കാർക്ക്, മിനിമം വേജിന് വർക്ക് ചെയ്ത ആൾക്കാർക്ക് അടിപൊളി ലൈഫായിരുന്നു. പക്ഷേ ചില ആൾക്കാർക്ക് അത് ഏറ്റവും വൃത്തിയായിട്ട് ടൈമായിരുന്നു. കാര്യം അവർക്ക് സ്റ്റിൽ പണിയുണ്ട്, അവർ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, അവർക്ക് ബിസിനസ് ഓടിക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ വെച്ച് അവരൊന്നും ആവുന്നില്ല. കാര്യം അവർക്ക് അത്രയും സംഭവങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കടങ്ങളും കൊടുക്കാനുണ്ട്. അപ്പോൾ അവർക്ക് പൈസ വന്നാലും ഇല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും വേസ്റ്റ് ടൈമായിരുന്നു. കാര്യം അവർ ഫോഴ്സ്ഫുള്ളി അവരുടെ ബിസിനസ് പോസ് ചെയ്യേണ്ടി വന്നു ഫോർ ബെറ്റർ ഗുഡിന്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഡെഫിനിഷനിൽ ഫോർ ബെറ്റർ ഗുഡിന് വേണ്ടി. സോ അങ്ങനെ ഒരു ടൈമായിരുന്നു അത്. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും അടിപൊളി ടൈമായിരുന്നു. കാര്യം ഞങ്ങൾ സോ ഇത് അറിയില്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പറയാനായിട്ട്, ആ ഒരു സമയത്ത് ഗവൺമെൻറ് ഏകദേശം $2000 പെർ മന്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോ ഇൻഡിവിജ്വൽസിനും വർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക്. ബിസിനസ്സുകളാണെങ്കിൽ ഇച്ചിരി കൂടുതൽ കിട്ടും ഡിപ്പെൻഡിങ് അപ്പോൺ കൈൻഡ് ഓഫ് ബിസിനസ്. പക്ഷേ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോൾ ഗവൺമെൻറ് കുറേ പൈസ പ്രിൻറ്റ് ചെയ്തിറക്കി. ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളതിൻ്റെ ഒരു ബിഗസ്റ്റ് റീസൺ അതാണെന്നൊക്കെ പറയുന്നുണ്ട് കാനഡയിൽ. ബട്ട് വാട്ട് എവർ ഈസ് ദി കേസ്, അതിൻ്റെ അന്ന് ഗവൺമെൻറ് കൊടുത്തതിൽ ഇന്നെലിജിബിൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ, അന്ന് ആര് അപ്ലൈ ചെയ്താലും പൈസ കിട്ടും. കാര്യം ഗവൺമെൻറ് കാര്യം അന്ന് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ലൈക്ക് എല്ലാ ആപ്ലിക്കേഷനും അവർ വെരിഫൈഡ് അല്ല ചെയ്യുന്നത്, ജസ്റ്റ് പൈസയ്ക്ക് ആവശ്യമുണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അവരന്ന് പറയുന്നുണ്ടായിരുന്നു ഇൻ കേസ് നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നു. ആൻഡ് അതിൻ്റെ ഒഫീഷ്യലി ഗവൺമെൻറ് കുറേ പേരെ ലൈക്ക് $14 ബില്യൺ കനേഡിയൻ ഡോളേഴ്സ് അവർക്ക് തിരിച്ചു കിട്ടാനുണ്ടായിരുന്നു. അതിനവർ നോട്ടീസ് അയച്ച് 4 ബില്യൺ തിരിച്ചു വന്നു. സ്റ്റിൽ 10 ബില്യൺ ബാക്കിയാണ്. 10 ബില്യൺ ബാക്കിയാണ്. ഇപ്പോൾ നമ്മുടെ ഇടയ്ക്കും ചിലപ്പോൾ ആൾക്കാരുണ്ടാവും അവർക്ക് ഇമെയിൽ വന്നിട്ട് അവർ റിപ്ലൈ ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഇല്ലായിരിക്കും. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലുണ്ടായിരിക്കും, എന്നിട്ട് റിപ്ലൈ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വൈശാഖ ഒരു 6 ബസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഇട്ടായിരുന്നു. അതിപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കൊണ്ടുവരുവാണെങ്കിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ: കാനഡ വിൽ സ്റ്റാർട്ട് ഫ്രീസിംഗ് ബാങ്ക് അക്കൗണ്ട്സ് ആൻഡ് ഗാർണിഷിംഗ് വേജസ് ആഫ്റ്റർ മോർ ദാൻ 10 ബില്യൺ ഇൻ COVID-19 ബെനിഫിറ്റ്സ് വാസ് സെൻഡ് ടു ഇനെലിജിബിൾ റെസിപ്പിയൻസ് ആൻഡ് റിമെയിൻ ഔട്ട്സ്റ്റാൻഡിങ്. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ. ഇതിൽ ഞങ്ങളുടെ തോട്ട്സാണ് വരാൻ പോകുന്നത്. സോ വൈശാഖ്, എന്തായിരുന്നു സംഭവം? സോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സംഭവം ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ടോ? ഇതെനിക്ക് അറിയില്ല. ബട്ട് എല്ലാവർക്കും നോട്ടീസും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്, അത് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ലുണ്ട്. അത് ഇന്നെലിജിബിൾ ആയിട്ടുള്ളവർക്കാണ്. അത് നീ അന്നേരം അത് ഫുഡിലെന്തല്ലോ വർക്ക് ചെയ്തോണ്ടിരുന്നത് എലിജിബിൾ ആയിരുന്നു. ശരി എന്ന് പറഞ്ഞാൽ മതി. ഫുഡിലെന്തല്ലോ വർക്ക് ചെയ്തോണ്ടിരുന്നത് അങ്ങനെയുള്ളവർക്ക് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതായത് ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് തലേ വർഷം 5,000 എങ്കിലും നമുക്ക് മിനിമം ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. പിന്നെ കാനഡയിൽ വന്നിട്ട് അറ്റ്ലീസ്റ്റ് 5 to something years, 5 വർഷത്തിനുള്ളിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ എന്തൊക്കെയോ 1-2 ഇതുണ്ടായിരുന്നു. സോ ബേസിക്കലി ഞങ്ങളെല്ലാവരും ആ സമയത്ത് എലിജിബിൾ ആയിരുന്നു. വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആർക്കും ആ സമയത്ത് പ്രോപ്പറായിട്ട് ജോലി കിട്ടുന്നില്ല. ഞങ്ങൾക്ക് കോവിഡ് കാരണം കുറേ ഇൻഡസ്ട്രീസ് ഇവിടെ പൂട്ടി. ആകെ ഫുഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. സോ നമ്മൾ ഈവൻ അവിടെ പോയി നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാത്രമേ ഹയർ ചെയ്യുള്ളൂ, പാർട്ട് ടൈമേഴ്സിന് ഇപ്പോൾ ആവശ്യമില്ല, കാരണം പെർമനൻ്റ് ആയിട്ടുള്ളവർക്ക് തന്നെ ജോലി കഷ്ടിച്ചുള്ളത്. സോ അപ്പം നമ്മളെല്ലാവരും ഈ സാധനം അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നമായി വന്ന് നിൽക്കുവാണ്. ഇൻ കേസ് ഇത് നമുക്ക് കൊടുക്കേണ്ടി വന്നാലോ, അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടായിട്ട് ജോലിക്ക് പോകാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഓപ്ഷൻ ഉണ്ടായിട്ട് ജോലിക്ക് പോകാത്ത ആൾക്കാർ, അങ്ങനെ കുറേ തരം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതാണൊരു വലിയൊരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത്. ഇത് കൊടുക്കേണ്ടി വരുമോ, ആർക്കൊക്കെ വരാം ഇതിൻ്റെ ബില്ലും കാര്യങ്ങളും. സോ ഇതില് ബെൻസ്മാൻ നോക്കിയായിരുന്നു ഈ സ്റ്റോറി എങ്ങനെയാ സംഭവം? ഇതിപ്പോ ഡീപ്പായിട്ട് നോക്കാനൊന്നുമില്ല. അത് അന്ന് എലിജിബിൾ ആയിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ എന്തായാലും ഓപ്ഷൻ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണോ അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്ലൈ ചെയ്താൽ കിട്ടും. പക്ഷേ ഇന്നെലിജിബിൾ ആയിട്ടുള്ളവർക്ക് പിന്നീടേ പിടിക്കത്തുള്ളൂ, തിരിച്ചടക്കേണ്ടി വരും. അന്നായിരുന്നു അന്നത്തെ ഒരു ഇത്. പക്ഷെ പിന്നെ ട്രൂഡോ അതിനെപ്പറ്റി ഒന്നും വലുതായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. അത് പിന്നെ ഒരുപാട് എഴുതി തള്ളിയ മട്ടായിരുന്നു. ആരും അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. കാരണം ഇതിനകത്ത് പ്രശ്നം വരാൻ പോകുന്നത് വെച്ചാൽ CERB പിന്നെ ആ ഒരു വർഷം വന്നു. പിന്നെ ഒരു CRB എന്ന് പറഞ്ഞ സംഭവം വന്നു. ഈ CERB എന്ന് പറയുന്ന ഒട്ടുമിക്കതും അത് എലിജിബിൾ ആയിട്ട് തന്നെ ആൾക്കാരാണ് കുറേ പേരും. അത് ജോലി എല്ലാ വെയർ ഹൗസും അടച്ചുപൂട്ടി ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ. ഈ CRB ചെയ്ത സമയത്താണ് ഒട്ടുമിക്കവർക്ക് ജോലിക്ക് തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ പലരും അത് പോയിട്ടില്ല. അങ്ങനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെ. ഇപ്പോൾ ജോലിക്ക് പോകാതെ CRB അപ്ലൈ ചെയ്തവർ. അവിടെയാണ് ഈ പ്രശ്നം കൂടുതൽ വരുന്നത്. അത് ഒക്ടോബർ 2021 വരെ, അതോ 2021, അത് അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കോവിഡിന്റെ വാക്സിൻ എല്ലാം ഇറങ്ങി. സോ പക്ഷേ ബേസിക്കലി വേണമെങ്കിൽ അന്നായിരുന്നെങ്കിൽ അവർക്ക് ആ സമയത്ത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിക്കൂടായിരുന്നു റൂൾസ്.
അവർ അന്നേരം എന്തിനാ ചുമ്മാ കാശ് കൊടുത്തോണ്ടിരുന്നത്? അതാ പറഞ്ഞത്. അപ്പൊ അവരന്നും പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടും, പക്ഷെ പിന്നീട് അത് ഇനെലിജിബിൾ ആയിട്ടുള്ളവരെ നോക്കിയിട്ട് തിരിച്ചെടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ ഇപ്പൊ അത് കൂടുതൽ പ്രോസസ്സിംഗ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പൈസ എപ്പോൾ കിട്ടാനാ? ഇന്ന് അപ്ലൈ ചെയ്തിട്ട് അടുത്ത മാസം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഞാൻ നോക്കിയിട്ട് നല്ല കാര്യം അത് തിരിച്ച് ഇനെലിജിബിൾ ആയിട്ടുള്ളവരെ തിരിച്ചു പിടിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാക്സ് പെയർ മണിയാണ്. ഈ ഇവര് എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്ന മണി. സോ ബേസിക്കലി നോക്കിക്കഴിയുമ്പം നമ്മൾ ടാക്സ് അടച്ച പൈസ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ അവരിങ്ങോട്ട് തന്നു. എന്നിട്ടിപ്പോൾ അവർ പറയുക നിങ്ങളുടെ ആവശ്യമെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു തരണം. എനിക്കിത് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. അത് ഫെയർ അല്ലെങ്കിൽ ആ സമയത്ത് ഫുൾ ടാക്സ് പെയർ അല്ലായിരുന്നു ഇത്. അവർ കുറെ പൈസ പ്രിന്റ് ചെയ്ത് ഇറക്കിയായിരുന്നു. ലൈക്ക് പൈസ ഗവൺമെന്റിൽ ഇല്ലാത്തത് അവർ പ്രിന്റ് ചെയ്തിട്ട് ഫ്രഷ്. സോ അപ്പോൾ ഇപ്പോൾ സ്റ്റിൽ അപ്പോൾ ഇവരിപ്പോൾ ഈവൻ കാനഡ കാര്യം പറഞ്ഞ് ഇവർക്കപ്പോൾ ഈ യുക്രൈനിന് കൊടുക്കാനൊക്കെ ഉള്ള 25 ബില്യണും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് ഇപ്പോഴാണ് പോകുന്നോണ്ടിരിക്കുന്നത്? ഇപ്പോഴും അടിച്ചോണ്ടിരിക്കുകയാണ് മണി. അതാ എന്റെ മനസ്സിൽ തോന്നിരുന്നേ. ഇത് ഇവിടുന്ന് ആൾക്കാരെ പൈസ പിഴിഞ്ഞെടുത്തിട്ട് ഇയാൾ യുക്രൈന് കൊടുക്കുക. അല്ലോ ഞാൻ പറഞ്ഞ ഒരു കൺട്രി എന്ന് പറയുന്നത് പീപ്പിൾ ഫസ്റ്റ് ആയിരിക്കണം. സോ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇപ്പം പൈസ അടയ്ക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചടയ്ക്കാൻ ഉണ്ടെന്ന് വരില്ല. എനിക്കൊന്ന് 7 മാസത്തോളം $2,000 വെച്ച് കൊടുത്തു. അത് തന്നെ $14,000 ഉണ്ട്. പ്ലസ് ഈ മറ്റേ CRB പോലത്തെ സാധനങ്ങൾ അതും വേറെ കുറേ ഉണ്ട്. സോ അപ്പം ഒരു $25,000 ഒക്കെ ഒരു ബില്ല് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് അറിയാൻ ഫുൾ പറ്റും. എമൗണ്ട് അല്ല, മന്ത്ലി അടക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്, അതും വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ $25,000 എന്ന് പറയുന്ന എമൗണ്ട് മന്ത്ലി എങ്ങനെ അടയ്ക്കും? ഒരു ദിവസം എത്ര വെച്ച് അടക്കേണ്ടി വരും? വണ്ടിക്ക് അടക്കുന്നില്ലേ 100-200 ഒക്കെ, അതുപോലെ എല്ലാം വരുമായിരിക്കും. 7 വർഷത്തേക്ക് 8 വർഷത്തേക്ക് അടയ്ക്കുക. പക്ഷെ അത് എനിക്കറിയില്ല അത് എന്തുമാത്രം. 2022 ഫെബ്രുവരി മുതൽ 22 ബില്യൺ യുക്രൈൻ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞത്. അപ്പം ഇത് കാനഡ ഒരുമാതിരി സിറ്റിസൺസ് ഫസ്റ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ബാക്കിയുള്ളതൊക്കെ അതാണ് എനിക്ക് മനസ്സിലായത്. ഇവർക്ക് കൊടുക്കാനായിട്ട് കാശുണ്ട്. സ്വന്തം ആൾക്കാർക്ക് ഒരു ആവശ്യം വന്നപ്പോൾ കാശ് കൊടുത്തതിന് അതിപ്പോൾ ഒരു അല്ലെങ്കിൽ അത് ചോദിക്കുന്നതിന് ഒരു മര്യാദ വേണം. ഇത് എന്താ ഇത് ഫോഴ്സ് ചെയ്യുന്നൊക്കെ പറയണേ. ഇപ്പൊ ഇതിൽ വായിച്ചതിന് എന്താ എഴുതിയേക്കുന്നത്? അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവർ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു സാധനം കൂടെ കാണിക്കുക. ഇതാണ് ഇപ്പോൾ CRA വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടേക്ക് കോൾ കണക്ട് ആവുള്ളൂ. ഇവിടെ എല്ലാവരും ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് ആർക്ക് അത്ര സമയമുണ്ട്? സോ ഒന്നെങ്കിൽ ഇവർ ഗവൺമെൻറ് കുറേ കൂടെ എന്താ പറയുക നല്ല രീതിയിൽ എങ്ങനെ ഓടിക്കുക എന്നുള്ളവരെ അറിയാവുന്നവരെ പിടിച്ചിരുത്തുക അവിടെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകരുത്. സോ ഇത് എനിക്കിപ്പോൾ അറിയില്ല. ഇതിപ്പോൾ ഈ ബാങ്കൊക്കെ ഫ്രീസ് ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ഒട്ടും ഫെയറാണ്. ഇങ്ങനെയൊന്നും ചെയ്യരുത് ആൾക്കാരോട്. അവർക്ക് മര്യാദയ്ക്ക് വിളിച്ച് സംസാരിക്കാൻ കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇത്ര ഓവിങ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ ആ സമയത്ത് എലിജിബിൾ ആണെന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂഫോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ ബാക്കപ്പ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ തരും. അത് കുറേ കൂടെ ഫെയർ ആണെന്ന് തോന്നുന്നു എനിക്ക്. ബാക്കി അത്രേ ഉള്ളൂ. പക്ഷേ സത്യം പറയുവാണെങ്കിൽ അവസ്ഥ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ അന്നത്തേക്കുള്ള ഓടിക്കാനുള്ള പൈസ കുറേ പേർക്കുള്ളൂ. ഒരു ഈവൻ നമ്മളെല്ലാവരും അന്ന് ലാസ്റ്റ് സെമ്മിൻ്റെ ഫീസ് അടച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും പഠിക്കുമായിരുന്നു ഇവിടെ. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിട്ടാണ് വന്നത്. സോ അപ്പം 4th സെം ആയിരുന്നു, അത് ബ്രേക്കിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് നമ്മൾ പണിയെടുത്ത് ഫീസ് അടയ്ക്കുന്ന പൈസ ഉണ്ടാക്കാറ്. ആ സമയത്ത് ഈ 2,000 വെച്ച് കിട്ടിക്കൊണ്ട് വരുന്നത്. സോ ബേസിക്കലി ഇവർ ചോദിച്ചാലും നമ്മൾ ആ സമയത്ത് മേടിച്ച പൈസ എല്ലാം പോയേക്കുന്നത് നമ്മൾ ഫീസ് അടച്ചേക്കുക. സോ അപ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പോൾ ഈവൻ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും ആരും ഡയറക്റ്റ് കയറി എഗ്രി ചെയ്യുമെന്ന് ഞാൻ പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഒരു പൈസ വാങ്ങണ്ടല്ലേ? ബട്ട് സ്റ്റിൽ ഞാൻ പറയണത് ആദ്യമേ കയറി എഗ്രി ചെയ്തേക്കരുത്. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ നിങ്ങൾ പറയുക എനിക്ക് പ്രൂവ് ചെയ്യാൻ ഒരു അവസരം തരിക എന്ന് പറയാം. നിങ്ങൾ ആ പൈസ പോയതിൻ്റെ സോഴ്സ് കാണിക്കുക, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇൻ കേസ് നിലവിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത്, ഒന്ന് നിങ്ങൾക്ക് പേയ്മെന്റിന്റെ പറഞ്ഞ പോലെ ഓപ്ഷൻ സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ 2 നിങ്ങളുടെ സിറ്റുവേഷൻ ടഫാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരതിന് വീണ്ടും ടൈം ഗ്യാപ്പ് തരും. പിന്നെ ഇതിൻ്റെ സംഭവം ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസിങ് ബാങ്ക് അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി അവർ പണ്ടേ പറഞ്ഞേക്കുന്ന അത് ലാസ്റ്റ് മെഷറാണ് ഇൻ കേസ് അങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ. പക്ഷെ അത് ഇവർ എന്താ പറയുന്നത് അതിലേക്ക് നിലവിൽ ചെയ്തു തുടങ്ങിയിട്ടൊന്നുമില്ല, മാസമായിട്ട് ചെയ്തു തുടങ്ങുന്നില്ല. ഇവൻച്വലി വന്നു കഴിയുമ്പോഴത്തേനും അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കി കിട്ടുന്നില്ല, മെയിൽ അയച്ചു കിട്ടുന്നില്ല, അങ്ങനെ സംഭവമൊക്കെ വരുമ്പോഴത്തേനും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നുള്ള സംഭവം ഉണ്ട്. അത് പക്ഷെ അടുത്തെങ്കിലും ചെയ്യുന്ന അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട, പതുക്കെ പേയ്മെന്റ് പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. എന്തെങ്കിലും കടങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പേടിച്ചോ. അതിനിടയ്ക്ക് പ്രൊട്ടസ്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ ഇനി ഷൈനോട് ചോദിക്കണം എന്താണ് ഷൈനോയ്ക്ക് എന്താ പറയാനുള്ളത്? ഗവൺമെന്റ് പൈസ ഒന്നും വേണ്ട, റിച്ച് ആണ്. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് നമ്മളെല്ലാരും മേടിച്ചിട്ടുണ്ട്. ആരാ വാങ്ങിക്കാത്ത? ആർക്കും ജോലിയൊന്നും ഇല്ലായിരുന്നു. എന്റെ 50% പൈസ ഓസ്മോസ് കൊണ്ടുപോയി. 50%. ഞാനും മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ടോ നോക്കും. പറ്റത്തില്ലെങ്കിൽ അടച്ചാലേ പറ്റുള്ളൂ. ജിപേ പ്രോമിസ് ചെയ്യും. ഇവിടെ ഇല്ല. പ്രോമിസ് അതെ, കൺവിൻസ് ചെയ്യാം, ഞങ്ങൾ തരാം. ടൈം വേണം. അതെ, ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഇല്ല. മന്ത്ലി പേ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. EAക്ക് എന്തായാലും ഉണ്ട്. അപ്പൊ ഇതിനെന്തായാലും വരേണ്ടതാണ്.
ഓക്കെ, സോ അതാണ് ടോപ്പിക്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന് യുക്രൈനിലോട്ട് പതിയെ നമുക്ക് കുറച്ച് ഫണ്ട് അയക്കണം. ഇല്ലാന്ന് തോന്നുന്നു, അതിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. സോ അടുത്ത സംഭവം, അടുത്തത് ബെൻസ്ബായുടെ അയ്യോ. ടോപ്പിക്ക്. ബെൻസ്ബായുടെ ബെൻസന്റെ ടോപ്പിക്ക്, ബെൻസ്ബാ എന്ന് വിളിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ബെൻസന്റെ ടോപ്പിക്ക്. ബെൻസന്റെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻസ്ബായുടെ ടോപ്പിക്ക് ഏലിയൻ മിത്ത് ഓർ ടോപ്പ് സീക്രട്ട് മിലിറ്ററി ബേസ്, നമ്മുടെ ഏരിയ 51 കുറിച്ചുള്ള ടോപ്പിക്കാണ്. കുറേ ഭയങ്കര എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ടോപ്പിക്ക് ഇന്ന് ഇടാൻ നേരത്ത് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കറിയില്ല ഫസ്റ്റ് ദിവസം തന്നെ ഇടുന്നത്. കാര്യം കുറേ പോഡ്കാസ്റ്റും സംഭവങ്ങളും ഉണ്ടെങ്കിൽ അത് മെയിൻ സംഭവമാണ് ഏലിയൻ സംഭവങ്ങൾ. എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ബട്ട് അറ്റ് ദി സെയിം ടൈം കുറേ ഞാൻ കേട്ടു ഈ ഒരു ടോപ്പിക്കും സംഭവങ്ങളും. സോ ഇതിൽ ബെൻസ്ബായ്ക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് തോട്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ റീസെന്റ് ഡിസ്കവറി ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇതൊക്കെ ഇവന്റെ തന്നെ. ഏലിയനെ അടുത്ത് കിടന്നാണ് പറയുന്നത്. അതിൽ എന്താ ലൈക്ക് ഇത് ഏരിയ 51 സംഭവങ്ങൾ അത് അറിയില്ലാത്ത ആളുകൾക്ക് നീ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അല്ല, ഒന്നുമില്ല. ഇത് ബേസിക്കലി US ഇത് പറയുന്നത് അവരുടെ ഒരു മിലിറ്ററി റിസർച്ച് സെന്റർ എന്നാ പറയുന്നത്, സീക്രട്ട് ബേസ് എന്നാ പറയുന്നത്. എന്നാൽ എല്ലാ കൺട്രികൾക്കും ഒരു റിസർച്ച് ബേസ് ഉണ്ട്. പ്രത്യേകിച്ച് ഭയങ്കര ഇത് നോർത്ത് കൊറിയയൊക്കെ ഭയങ്കര മിസ്റ്ററി അല്ലേ, അവിടത്തേത് പോലും ഇത്രയും ഒരു മിസ്റ്ററി ഇല്ല. ഇവിടെ ഒരു എന്നെ ഇത് അട്രാക്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായി. 1989 ഒരു ബോബ് ലസാർ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ക്ലെയിം ചെയ്യുന്നത് ഇവിടെ ഒരു UFO പോലെ കുറെ സംഭവങ്ങൾ കണ്ടിരുന്നു എന്ന് പറയുന്നത്. പുള്ളി അവിടുത്തെ അടുത്തൊരു S4 എന്ന് പറയുന്ന സീക്രട്ട് ബേസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സയന്റിസ്റ്റ് ആണോ? പുള്ളി അത് പറയുന്നത് അങ്ങനെ ഞാൻ കണ്ട. പുള്ളി മാത്രമല്ല, ഒരു ഡേവിഡ് ഫ്രൈവർ, പിന്നെന്താ എഡ്ഗർ മിഷൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് അങ്ങനെ പറയും. ഒരാളല്ല, ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ എക്സിസ്റ്റൻസ് ആ സമയത്ത് US സമ്മതിക്കുന്ന പോലും ഇല്ല. ഇങ്ങനെ ഏരിയ 51 ഒരു സംഭവമേ ഇല്ല എന്നാ പറയുന്നത് നെവാഡയിൽ. ഓക്കെ. അപ്പൊ പക്ഷേ പിന്നീട് കൂടുതൽ പ്രഷർ വന്നു മറ്റ് കൺട്രികളിൽ നിന്നാണെങ്കിൽ. അവർ കുറേ UFO റിസർച്ചേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി, സാറ്റലൈറ്റ് വഴിയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് 2013 ഇവർ US ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അവർ ഫോഴ്സ്ഡ്, അപ്പോഴവർ സമ്മതിക്കുന്നത് ഇങ്ങനൊരു സംഭവം ആ ഉണ്ടെന്ന്. ഏരിയ നിലവിൽ GPS നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല, എനിക്കറിയത്തില്ല, അത് ഇല്ലെന്നാണ് ഇത് നോക്ക്, ഇതൊരു ഇമേജ് അതിന്റെ. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ബേസ്, മിലിറ്ററിയുടെ ബേസ് ഇതിന്റെ അടിയിലാണെങ്കിൽ മുകളിൽ നോക്കി ഒന്നും കാണത്തില്ലല്ലോ. അണ്ടർഗ്രൗണ്ട് ആണെന്ന്. അല്ലെങ്കിൽ വല്ല ഇൻഫ്രാറെഡ് ഒക്കെ വെച്ച് നോക്കേണ്ടി വരും അല്ല, തോന്നുന്നു. എനിക്കിവിടെ ആക്ച്വലി കൺഫ്യൂഷനാണ്. കാരണം കുറെ നാൾ മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്നു, ഓക്കെ, ഇത് UFOയുടെ എന്തെങ്കിലും സംഭവം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവർ പുറത്തേക്ക് വിടാത്തെ. പക്ഷെ ഇതിപ്പോ 1989 പുള്ളി അത് കണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ എത്ര വർഷമായി? എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരണ്ടേ? അവര് USA ഒരു UFO വെച്ച് അല്ലെങ്കിൽ ഏലിയൻസിനെ വെച്ചിട്ട് എന്തെങ്കിലും ആർക്കും അറിയാത്ത എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരണം. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നത് USA എന്ന് പറയുന്ന കൺട്രി മറ്റേ ആർക്കും അറിയാൻ മേലാത്ത എന്തോ ഒരു സംഭവം, സീക്രട്ടായിട്ട് എന്തോ ഒരു സംഭവം ആ ഇതിനടിയിൽ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കോൺസ്പിറസി ഒന്നും അല്ല കേട്ടോ, എനിക്ക് തോന്നുന്നത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ജസ്റ്റ് വെറും ഒരു സീക്രട്ട് മിലിറ്ററി ബേസ് ആണോ? വെറും സീക്രട്ട് മിലിറ്ററി ബേസ് ആയിരുന്നുണ്ടെങ്കിൽ മറ്റെല്ലാ കൺട്രികൾക്കും ഉണ്ട് ഇത്. ഈ നോർത്ത് കൊറിയ എന്ന് പറഞ്ഞ കൺട്രി തന്നെ മൊത്തത്തിൽ മിസ്റ്ററിയാ. അതുപോലെ ഇത്രയും ഇതായിട്ടൊന്നും പറയുന്നില്ല ആൾക്കാർ, ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ വളരെ ഇതായിട്ട് ആൾക്കാർ പൊക്കി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി പറയുന്നുണ്ട്. ഇവിടെ മൂൺ ലാൻഡിങ് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന പറയുന്ന ആൾക്കാരുണ്ട്. എന്താ മൂൺ എത്ര ലാൻഡിങ് പേര് പറയും? ഇവിടെ രണ്ടുപേര് പറയൂ. അതിപ്പോ ഇത് അവിടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് വന്നിരുന്നത് പറയുന്നത്, ഞാൻ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ കണ്ടു എന്നൊക്കെ. അതാണെങ്കിൽ ഇവര് സമ്മതിക്കുന്നുമില്ല. UFO ഉണ്ടെന്ന്. അത് കുറച്ചു പേരുടെ പേരൊക്കെ അത് സെർച്ച് അല്ല, ഇപ്പൊ ഇനി ചിലപ്പോ അതൊരു അഡ്വാൻസ്ഡ് മിലിറ്ററി ഫ്ലൈയിങ് ക്രാഫ്റ്റ് ആയിരുന്നെങ്കിലോ? ഏതാ ഇവര് കണ്ടത് അവര് ഇത് ഓൾറേഡി പറയുന്നുണ്ട്, ഇതൊരു മിലിറ്ററി ബേസ് ആണെന്ന് പറയുന്നുണ്ട്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് കണ്ടതൊരു അഡ്വാൻസ്ഡ്, ഒരു ഇതുവരെ കാണാത്ത ഒരു അങ്ങനെയാണെങ്കിൽ പിന്നെന്താ അവർ ഇത്രയും വർഷക്കാലം അവരുടെ മിലിറ്ററി ബേസ് ഇല്ലാന്ന് തന്നെ പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലേ? എക്സിസ്റ്റേ ചെയ്യുന്നില്ല. ഏരിയ 51 പണ്ടുതൊട്ടുള്ളതാ. 2013 വരെ സമ്മതിച്ചിട്ടില്ല അവര് എക്സിസ്റ്റൻസ്. അതൊരു സീക്രട്ട് വെച്ചിരിക്കുന്ന ബേസ് അല്ലേ, അപ്പൊ അവർക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ secret ബാക്കി അല്ലല്ലോ. എല്ലാ കൺട്രികളിലും എല്ലായിടത്തും secret ഉള്ള base അതുണ്ട്. ഉണ്ട്. പക്ഷെ ബാക്കി എല്ലാ കൺട്രികളിലും അത് ഇവർക്ക് ഇത് മാത്രമല്ല, വേറെ ഉണ്ട്. ബാക്കി എല്ലാ കൺട്രികളിലും അവരുടെ എല്ലാ സീക്രട്ട് ബേസുകളും ഇന്നതാണ് ഞങ്ങളുടെ പേര് വരെ ഇപ്പൊ അതില് സീക്രട്ട് എന്താ ഉള്ളത്? Secret ഉദ്ദേശിക്കുന്ന അകത്ത് നടക്കുന്ന എന്താന്ന് ആർക്കും അറിയില്ല. അറിയില്ല. ബേസ് ഉണ്ട്, പക്ഷെ അകത്ത് എന്താ നടക്കുന്നത് ആർക്കും അറിയത്തില്ല. അല്ല, ഞങ്ങൾക്ക് സീക്രട്ട് ബേസ് ഉണ്ട്, പക്ഷെ ഇതാ ഇവിടെ സ്ഥലം. സ്ഥലം ഇവിടെ. അതങ്ങനെ പറയത്തില്ലല്ലോ, ഞങ്ങൾ ഇങ്ങനെ സ്ഥലമേ ഇല്ലെന്നാ അവര് പറയുന്നത്. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നു പറഞ്ഞാൽ ആ കൺട്രി എന്തോ ഒരു ഇത് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ആർക്കും അറിയാത്ത എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ടെന്നോ. ഒരു ഏലിയൻ ഒന്നും ആയിരിക്കത്തൊന്നുമില്ല, വേറെന്തോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടോ ചിലപ്പോ എങ്ങനെയാണെങ്കിലോ ചിലപ്പോ അവർക്ക് നാളെ ഒരു വാർ നടക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾ 1 by 1 ആയിട്ട് പറയാം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്നാ പറയാനാ? ഇല്ല, ചിലപ്പോ ഇങ്ങനെയാണെങ്കിലോ ലൈക്ക് ലെറ്റ്സ് സേ നാളെ ഒരു വാർ നടക്കുവാണെങ്കിൽ അവരുടെ ഏറ്റവും ടോപ്പ് സീക്രട്ട് വെപ്പൺ അത് വേറെ ഒരു കൺട്രി അറിയരുത് അവരിത് അതും ഉപയോഗിക്കാൻ പോകുന്നുണ്ടെന്ന്. ആ ഒരു സംഭവം വർക്ക് ചെയ്യുന്നതാണെങ്കിലോ? അതുവാണെങ്കിൽ പക്ഷെ ആ സ്ഥലത്തിനെ പറ്റി എന്തിനാ അവര് ഇതായിട്ട് വെക്കുന്നേ? അതെ, സ്ഥലം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് എന്തിനാ പറയുന്നേ? ബാക്കി ഒരു കൺട്രിയും പറയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ഞങ്ങൾക്കൊരു വളരെ അതായത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആരും ക്ലെയിം ചെയ്യും. അവരെനിക്കൊന്ന് അത്രയും പേഴ്സണൽ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനമായിരിക്കും. സോ അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പൊ നിങ്ങളുടെ പറഞ്ഞിട്ട് അവരോടൊക്കെ ചോദിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ കോൺസ്പിറസി പറയാനാണെങ്കിൽ ഷൈനോ കഴിഞ്ഞിട്ടുള്ളൂ. പറ ഷൈനോ, എന്താ പറയുന്നത്? അവിടെ ഏലിയൻ ഉണ്ടെന്നാണ് പറയുന്നത്.
അല്ല എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. എനിക്കൊന്ന് ഇതുപോലെ തന്നെ അതുകൊണ്ട് അന്റാർട്ടിക്കയെ കുറിച്ചും പറയുന്നത്. അതുകൊണ്ട് തള്ളിവിടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനെപ്പറ്റി ഒന്നും അധികം പ്രൂഫായിട്ടൊന്നും ഇതുവരെ ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, എല്ലാം ഇതില്ല, ഒരു എവിഡൻസ് ഒന്നുമില്ല അപ്പം നമ്മൾ ഒന്നിനും. പുറത്ത് നോക്കുമ്പോൾ അകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ക്യൂരിയോസിറ്റി കാരണം നമ്മളിങ്ങനെ പക്ഷെ അപ്പൊ അവിടെ ഓരോന്നൊക്കെ വർക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നവര് തുടങ്ങും. ഇങ്ങനെ പറയുന്നതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരാ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഒരു ബോബ് ലെസാർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, ഒരു എഡ്ഗർ മിഷൽ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, പിന്നെ ഒരു ഡേവിഡ് ഫ്രോവർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, പിന്നെ വേറെ കുറെ പേരുണ്ട്, അനോണിമസ് ആയിട്ടുള്ള വേറെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ പറയാം, 1-2 പേരായിരുന്നെങ്കിൽ പിന്നെ വിട്ട് കളയായിരുന്നു. ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട്. ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും. വല്ല ഏലിയൻസ് വല്ലതും പിടിച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇതിന്റെ പുറത്തോടായിരിക്കുന്നതല്ല നല്ലത്. കേൾക്കുന്നുണ്ടോ അത്? ഓക്കെ. ഏലിയൻസ് ഇതിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പുറത്തോടായിരിക്കുന്നല്ല നല്ലത്. എന്തിനാ വെറുതെ എല്ലാവരെയും പേടിപ്പിക്കുന്നത്? അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഒരു പറഞ്ഞാൽ പക്ഷേ മതി. സുപ്രഭാതത്തിൽ എനിക്ക് മനസ്സിലാത്ത ഏലിയൻസ് എല്ലാം USA പോയി എന്താണ് ചാടുന്നത്, അത് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ചാടാത്ത ഇത് aliens. അപ്പൊ അതെ. അതെനിക്ക് അപ്പൊ ഇത്ര നാൾ നമ്മൾ അങ്ങനെ വിശ്വസിച്ചു. അപ്പൊ അതും എന്തോ ഒരു കവറിങ് പോലെ അല്ലെന്ന് എനിക്കും തോന്നുന്നത്. അത് അങ്ങനെ അവർ ആൾക്കാർ വിശ്വസിച്ചു. ഇനി അങ്ങനെ ഒരു സ്റ്റോറി ഒക്കെ പുറത്തു വിടാം നമ്മൾ. അപ്പൊ അവരുടെ രഹസ്യങ്ങൾ അപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഏലിയന്റെ പേര് പറഞ്ഞിട്ട് വേറെ പേരിന്റെ പേര് എന്തെങ്കിലും. പറഞ്ഞുകൊണ്ട് Yeah. ആ ഒരു ഫ്രെയിമിൽ വേറെ എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇത്ര ഇതായിട്ട് നിൽക്കുന്നേ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താന്ന് പറയാൻ? Yeah. ഇല്ല, എനിക്ക് ഈ സംഭവം എപ്പോഴും വരുമ്പോൾ എനിക്ക് മനസ്സിലാത്ത ഇപ്പൊ എല്ലാ സൈറ്റിങ്ങും US എനിക്ക് മനസ്സിലാത്ത ഈ ഏലിയൻസ് US മാത്രം നോക്കി എന്തിനാ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇന്ത്യ ഉണ്ട്, കേരളം ഉണ്ട്, കാനഡ ഉണ്ട്. പക്ഷേ yeah, എനിക്കറിയത്തില്ല സംഭവം. എനിക്ക് ഒട്ടും അറിയത്തില്ല ഈ സംഭവത്തിനെ കുറിച്ച്. അതിന് റിസർച്ച് ചെയ്യണം മിസ്റ്റർ. ഇല്ല, ഞാൻ കുറച്ച് നോക്കി. എനിക്കത് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായത്. ഞാൻ ഓർത്ത് എന്തായാലും US തന്നെ നടക്കുന്നതെന്ന്. എനിക്കും അത് തോന്നുന്നു. ഏലിയൻസ് ആണെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. കാരണം ഏലിയൻസ് ഇപ്പോൾ ന്യൂഡൽഹി ഉണ്ട്, അവിടെ ഇനി പൊല്യൂഷൻ കാരണം അവിടെ വരാത്തതെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ പൊല്യൂഷൻ ഇല്ലാത്ത കാനഡ ഉണ്ട്, കാനഡ വരുന്നില്ല. കാനഡയുടെ അടുത്തുള്ള USA പോകുന്നുണ്ട്. ഏലിയൻസ് ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല ഏലിയൻസ് ഇതുവരെയും നമ്മുടെ ഭൂമി വന്നിട്ടുണ്ടെന്ന് എനിക്ക് അത്രയും വിശ്വാസമില്ല. പക്ഷേ മിലിറ്ററിയുടെ ഒരു ഇതാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി അതായിട്ടാണ് തോന്നുന്നത്. മിലിറ്ററി സീക്രട്ട് ആയിരിക്കാം. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല ചൈനയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ചൈനയിൽ ചിലപ്പോൾ ഇവരുണ്ടാക്കുന്ന മിലിറ്ററിയുടെ ഗോഡ് സാധനമായിരിക്കും അവരുണ്ടാക്കി വെച്ചേക്കണേ. സീക്രട്ട് എന്ന് പറയാൻ ചൈനയിൽ എന്താ നടക്കുന്നതെന്ന് ഈവൻ ആൾക്കാർക്ക് ഇതുപോലും പറയാൻ പറ്റില്ല. കോൺസ്പിറൻസി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ തല വിട്ടു അപ്പം തന്നെ. നോർത്ത് കൊറിയയിലാണേലും അതാണ് എനിക്ക് തോന്നുന്നത്. നോർത്ത് കൊറിയയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. US കുറച്ചുകൂടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. നമുക്കിതാ തോന്നുന്നതെന്ന് പറയാൻ പറ്റും. പക്ഷെ നോർത്ത് കൊറിയയിൽ ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവന്മാരുടെ തലയപ്പം തന്നെ വെട്ടിക്കളയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് കാരണം ഇത്രയൊരു കൺഫ്യൂഷൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആൾക്കാർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് സംസാരിക്കാൻ വേണ്ടി. ഇവിടെ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു മസാല വേണമല്ലോ. ടൈം പാസ്. പക്ഷെ അവിടെയാണ് എൻ്റെ ഇത്. അതായത് ഇത് ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറോ അങ്ങനെ ആരും അല്ല പറയുന്നത്. അവിടെ വർക്ക് ചെയ്തവരാ പറയുന്നത്. പക്ഷെ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഇതൊക്കെ പറയാൻ വേണ്ടി. അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ കിട്ടുമായിരിക്കും ഇതൊക്കെ പറയാൻ വേണ്ടി. അപ്പൊ അത് ഗവൺമെന്റ് തന്നെ പറഞ്ഞ് പൈസ കൊടുത്തിട്ട് വിടുന്നു, അങ്ങനെയാണോ? ഗവൺമെന്റ് അല്ല, ബാക്കിയുള്ളവർ പറയാത്ത എന്താ ഇത്രയും പേര് വർക്ക് ചെയ്യുമ്പോൾ ഈ രണ്ടുപേരും മാത്രം എന്താ പറയുന്നത്? പബ്ലിഷ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാ. പക്ഷെ ഇവർ പറഞ്ഞ കാര്യങ്ങളാണ് പബ്ലിഷ് അല്ല, ഈ ചെയ്യുന്നത്. രണ്ടുപേര് കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ആ ബേസിൽ. ബാക്കി ആൾക്കാർക്ക് അപ്പോൾ ഗവൺമെന്റ് അത്രയും അവർ ഒബ്സർവ് ചെയ്യുന്നോണ്ടാണ് അവർ പറയാത്തത്. അതെനിക്കറിയില്ലടാ. അതിപ്പോ ഇവരെന്താ പറയാത്തെ, അവരെന്താ പറയുന്നേ, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തന്നെ പറയാനാ. അവര് പറയുന്നു, ചിലര് പറയുന്നില്ല. ഒരു 100 പേര് വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും 1-2 ആൾക്കാർ എന്തായാലും ഇങ്ങനെ പറയും. അവർക്ക് ഒന്നുകിൽ അന്ധവിശ്വാസമായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റിനോടുള്ള ഒരു ഹേറ്റ് കാരണം പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മജോറിറ്റി പറയുമായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കായിരുന്നു. ഈ ഏലിയനെ സൈറ്റ് ചെയ്ത കേസൊക്കെ പറയാൻ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, അതിനകത്ത് എനിക്കും വലിയ ഇതില്ല. പക്ഷെ ഇവര് അതായത് എനിക്കൊന്ന് ഫസ്റ്റ് സൈറ്റിംഗ് എവർ റെക്കോർഡ് എനിക്കൊന്ന് പണ്ടൊരു സ്കൂളിലെന്തോ കുറെ പിള്ളേർ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്കൊന്ന് ടീച്ചർമാരൊന്നും ഇല്ലായിരുന്നു അന്നേരം. ആ പിള്ളേർ പറയുന്ന ഒരു സ്പേസ് ഷിപ്പ് ഒന്ന് ലാൻഡ് ചെയ്തു, അതിനൊരു സാധനം ഇറങ്ങി വന്നു. എല്ലാവരും പറയണേന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിള്ളേർ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. പക്ഷേ യൂണിവേഴ്സ് വാസ്റ്റ് ആണ്, നമ്മൾ മാത്രമല്ല. വേറെ അത് ഹാബിറ്റബിൾ കുറവാണ്. സോണിൽ പുറത്തെ എന്തായാലും. പക്ഷെ അവർ ഇങ്ങോട്ട് വന്നു എന്നുള്ളതിന് ഇവിടെ അതിന് എത്തുവാണെങ്കിൽ ചാൻസ് കുറവാ. ഇവിടെ എത്തണമെങ്കിൽ അത്രയ്ക്കും അഡ്വാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും സിവിലൈസേഷൻ ആയിരിക്കണം. പക്ഷെ അങ്ങനെ സിവിലൈസേഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ട്, ഐ മീൻ ആ അഡ്വാൻസ് ആയിട്ട്. എന്തായാലും ഉണ്ടായിരിക്കും. യൂണിവേഴ്സ് ഇത്രയും വലുതല്ലേ, നമ്മളെക്കാട്ടും അഡ്വാൻസ്ഡ് ആയിട്ട് എന്തായാലും ആൾക്കാർ കാണും. ഓക്കെ, സോ ഇത് ഈ ടോപ്പിക്ക് ആക്ച്വലി കാര്യം പറഞ്ഞാൽ ഇരുന്ന് സംസാരിക്കാനുള്ള തന്നെ ടോപ്പിക് ഉണ്ട്. കുറേ ഇതിന് ഇപ്പോൾ ഇവൻ പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട്, അതുപോലെ പല സൈറ്റിങ്സ് ഉണ്ട്, പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിന് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ കണ്ടത് ഇപ്പോൾ ഞാൻ കണ്ടു, അത് എങ്ങനെ ഞാൻ പറഞ്ഞു വിശ്വസിച്ച് ഞാൻ കണ്ടു എന്നുള്ളത്. അപ്പോൾ
അങ്ങനെ അങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ട്. അപ്പം മേ ബി ഇത് ഫ്യൂച്ചറിൽ ഞങ്ങൾ മേ ബി ഒരു ഇൻഡെപ്ത് ടോപ്പിക്കായിട്ട് തന്നെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. സോ ദാറ്റ് ബീങ് സെഡ്, ലാസ്റ്റ് ടോപ്പിക്കിലേക്ക്, ഇന്നത്തെ നമ്മുടെ ഷോ കൺക്ലൂഡ് ചെയ്തതിന് മുമ്പ് ലാസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുവാണെങ്കിൽ ഫേവറേറ്റ് ഷോ അല്ലെങ്കിൽ സീരീസുകൾ. സോ അത് ഷൈനോടെ ടോപ്പിക്കാണ്. അപ്പോൾ ഷൈനോടെ ടേക്ക് എന്തൊക്കെ ലൈക്ക് സോ ഒന്ന് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഇത്രയും മീഡിയം സംഭവങ്ങൾ ആക്സസ് ഉള്ളപ്പോഴത്തേനും ഷോസും സീരീസും സംഭവങ്ങളൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് വരും. നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ അതിൻ്റെ നെറ്റ്വർത്ത് ഭയങ്കരമായിട്ട് മുകളിൽ പോകുന്നുണ്ട്. ഇപ്പം നെറ്റ്വർത്ത് ഇവൻച്വലി എനിക്കൊന്ന് ഇവൻ യൂട്യൂബ് പോലത്തെ സംഭവങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് ആ ഒരു ടൈപ്പിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ചില പോഡ്കാസ്റ്റുകൾ ആക്ച്വലി നെറ്റ്ഫ്ലിക്സിലേക്ക് വരാൻ പോവുക. അപ്പോൾ ലോങ് ഫോം കോണ്ടന്റ് ഭയങ്കരമായിട്ട് പോപ്പുലറായി വരിക. ദാറ്റ് ബീങ് സെഡ്, സീരീസിനും സംഭവങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇവൻ ഞാൻ ഈ സംഭവം കണ്ടിട്ട് പോലും ഇല്ല. അതിൻ്റെ പേരെന്താ, സ്ട്രേഞ്ചർ തിങ്സ്. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴത്തേന് എനിക്ക് വെറുതെ കയറി വരിക. ഞാൻ ഇപ്പം എനിക്ക് കണ്ടുകൊണ്ട് എനിക്ക് തന്നെ സ്റ്റോറി ഫുള്ള് മനസ്സിലായത് പറഞ്ഞ്. അപ്പോൾ സോ അതുകൊണ്ട് ഞങ്ങൾ ഈ ഇരിക്കുന്നവരുടെ ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ്സ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സീരീസുകൾ അല്ലെങ്കിൽ ഞങ്ങൾ വാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സീരീസുകൾ കറൻ്റ്ലി അതായിരിക്കും ഈ ഒരു സംഭവത്തിൽ. സുഷൈനോ? സോ ഞാനിപ്പോൾ ഇതിടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫൈനൽ സീസൺ ഇറങ്ങി. ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഫുള്ള് കണ്ടു, ഏറെക്കുറെ എൻ്റെ കഥ ഫുള്ള് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ശോകമായിട്ടത് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം മൊത്തം സ്റ്റോറി ഒന്നും അങ്ങോട്ട് ലൈനപ്പ് ആവുന്നില്ല. കുറേ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ, അല്ലെങ്കിൽ പണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുമാതിരി ഒരു യൂസും ഇല്ലാത്ത രീതിയിലൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ലൈക്ക് എന്ത് വൃത്തിക്ക് ഇത് ചെയ്യായിരുന്നു. വേറെ എന്തോരം സീരീസുകളുണ്ട്, ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ വെച്ച് കുറേ സീരീസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുമായിട്ട് കുറേ കൂടി ഇതായിട്ട് തോന്നുന്നത് പറഞ്ഞാൽ, ഞാൻ പണ്ട് കണ്ടൊരു സീരീസ് ഡാർക്ക് എന്ന് പറയുന്നൊരു സീരീസ്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്, ടൈം ട്രാവലും അതും ഇതും. അത് ചെറിയ സീരീസാണ്, 26 എപ്പിസോഡേ ഉള്ളൂ. എല്ലാം ഒരു 40 മിനിറ്റ് ചെന്നുണ്ട്, ഒരു വീക്കെൻഡ് കണ്ട് തീർക്കാവുന്ന സാധനമാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വേറെ ലെവലിൽ എപ്പിസോഡോടെ 40 എപ്പിസോഡ് 26 മിനിറ്റ് 26 എപ്പിസോഡ് 40 മിനിറ്റ് 40 മിനിറ്റ് വെച്ചിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി വേറെ ലെവലായി പോകും. അമ്മാതിരി അത് അതിൻ്റെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട്, അങ്ങേറ്റം കോംപ്ലക്സ്. പക്ഷെ അതിലൊരു മിസ്റ്റേക്ക് പോലും ഇല്ല, നമുക്കൊരു ലൂപ്പ് ഹോളോ ഒന്നുമില്ല. എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവൂ. അത് ഒരു തവണ കണ്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. അത് മിനിമം 2 തവണയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അത് നമുക്ക് അതാ എൻ്റെ ഒരു കുഴപ്പം. നമുക്ക് വേറെ ആർക്കും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് എനിക്ക് deep ആയിട്ടുള്ള ഓരോരുത്തർക്കും സാധനം. മനസ്സിലാവുന്ന ഒരു രീതിയിലായിരിക്കും ഇല്ല, മനസ്സിലാക്കാൻ ഒറ്റതേ ഉള്ളൂ. ഉള്ളൂ. പക്ഷെ അത് നമുക്ക് പക്ഷേ മനസ്സിലാക്കാൻ അവിടെ ഭയങ്കര പാടാ. ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പേരെഴുതി ഒട്ടിച്ച് അതെ connect അതെ, ചെയ്തൊക്കെ അത് നമ്മൾ മനസ്സിലാക്കണം കണ്ടു തുടങ്ങുമ്പോൾ ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കണം. മിക്കവരും അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനം എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. പക്ഷെ അതവർ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ അന്യായമായിട്ട്. എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് അത് ഡാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഷൈനോടെ സൈനിൽ നിന്ന് സർട്ടിഫിക്കേഷൻ പറഞ്ഞെങ്കിൽ അത് കുറേ പാടാ. കാര്യം അവൻ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സീരീസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഷൈനോ ആയിരിക്കും മിക്കവാറും. ഇതുപോലെ തന്നെ വേറെ കുറേ സീരീസുകളുണ്ട്. ഇതുപോലെ ആരും സംസാരിക്കാതെ വന്ന കുറേ സീരീസുകളുണ്ട്. വയർ എന്ന് പറയുന്ന സീരീസൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു സീരീസ് ഞാൻ കേട്ടോ, 12 Monkeys കേട്ടിട്ടുണ്ടോ? അത് ഈ ഡാർക്ക് പോലെയാന്ന് പറയുന്നത്, അത് ഭയങ്കര സീനാന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല. എനിക്കറിയില്ല, പക്ഷേ ഈ ഡാർക്ക് എന്ന് പറഞ്ഞ സാധനം എനിക്കൊന്ന് എല്ലാവരും പറ്റുമ്പോൾ കാണണം. Okay. അടിപൊളിയാണ്. അതൊരു സൈഫൈ ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. Okay. ഓക്കെ, നൈസ്. നിന്റെ എനിക്ക് തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. തുറക്കുമ്പോൾ മറ്റേ പാട്ടാ വില്ല് മഴ വില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല സ്ട്രേഞ്ചർ തിങ്സ് അവർ ചെയ്ത് വെച്ചേക്കുന്നൊന്നും. ഞാൻ കണ്ടോണ്ടിരുന്ന സാധനമായിരുന്നു. ഞാൻ ഈ സാധനം ഇറങ്ങിയപ്പോൾ ആ സമയം തൊട്ടേ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ 10 വർഷം എടുത്ത് ഒരു തീർക്കാൻ വേണ്ടി. അത് തീർത്തപ്പോഴാണെങ്കിൽ കൊള്ളാം, ഒന്നും പറയാനില്ല. പിന്നെ എനിക്കങ്ങനെ ഫേവറേറ്റ്സ് എന്ന് പറയാനില്ല. ബട്ട് കണ്ട കുറച്ച് സീരീസുകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ്, പിന്നെ ബ്രേക്കിംഗ് ബാഡ്, പിന്നെ ഈ സീരീസിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, സ്ട്രേഞ്ചർ തിങ്സ്. പിന്നെ വേറെ ഏതാ നമ്മൾ കണ്ടേ? എനിക്കൊന്നും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ കുറച്ചൊക്കെ ഈവൻ Money Heist. ഞാൻ ഇവനോട് ഒരുമിച്ചിരുന്നൊക്കെ കണ്ടിട്ടുള്ളത്. മണി ഇതിന്റെ ഫൈനൽ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഫൈനൽ സീസൺ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഫൈനൽ എപ്പിസോഡ് ഇത് തിയേറ്ററിലല്ല ഇറങ്ങി, തിയേറ്ററിലും ഇറങ്ങി, നെറ്റ്ഫ്ലിക്സിലും ഇറങ്ങി. ഇഷ്ടപ്പെട്ട കാരണം ഇവര് അത് എൻഡ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. അവര് ചെയ്തു വെച്ചതിന് ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടാം, അല്ലാണ്ട് അങ്ങനെ വൃത്തിയുടെ തീർന്നു അങ്ങനെയൊന്നും അല്ല എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ എന്താ പറയാ, എനിക്കൊന്നും നമ്മൾ വളർന്നില്ലടാ. നമ്മൾ ഇതിന്റെ ഒപ്പം സ്റ്റോറി ഭയങ്കര സിമ്പിൾ സ്റ്റോറി. അത് നമ്മൾ അന്ന് കണ്ടോണ്ടിരുന്നപ്പോൾ ഭയങ്കര ആദ്യത്തെ സീസണൊക്കെ നമ്മൾ പത്തി പഠിച്ചോണ്ടിരുന്നപ്പോൾ ആദ്യത്തെ സീസൺ ഇറങ്ങുന്നത്. പക്ഷെ അന്ന് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ്, പിള്ളേര് സൈഫൈ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. പിന്നെ അത് നമ്മളും വളർന്നു. അപ്പം നമുക്കും നമ്മുടെ ബ്രെയിൻ അതുപോലെ ഡെവലപ്പ്. പക്ഷെ ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും കോമഡി ആയിട്ടേ തോന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഇപ്പോഴത്തെ ഗ്രാഫിക്സ് ആണെങ്കിലും ഭയങ്കര ശോകമാണ്. പിന്നെ മറ്റേ ഗ്രാഫിക്സ് 11 ആണെങ്കിലും പണ്ടാണെങ്കിൽ പവർ ഉണ്ടായിരുന്നോളും, അതിൽ വെച്ച് ട്രക്കും വണ്ടിയൊക്കെ മറിച്ചിട്ട് വരുന്നു. ഇപ്പൊ ആണെങ്കിൽ ഒന്നും പറ്റത്തില്ല.
അങ്ങനെയുള്ള കാര്യങ്ങളോട് ഞാൻ പറയുന്നത് അത് കണ്ടു നോക്കാനേ പറയുള്ളൂ. അത് മൊത്തം കണ്ടാലേ മെയിൻ മനസ്സിലാവുള്ളൂ. സംഭവം എന്ന് വെച്ചാല് പുള്ളി Reel കണ്ട് ഗേ ആയിട്ട് കമ്മൗട്ട് ഓ. ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് അതിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോ ഇപ്പൊ ഈ പാട്ടാ വരുന്നത്, വില്ല് വില്ല് മഴ വില്ല് എന്ന് പറഞ്ഞിട്ട്. അതും എനിക്കറിയില്ല. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് അതിന്റെ വലിയൊരു സംഭവം എനിക്ക് ടോപ്പിക്. ഒട്ടും മനസ്സിലായില്ല. പുള്ളി റിയൽ ലൈഫില് പുള്ളി ഗേ ആണ്, പക്ഷെ ഇത് സീരീസിൽ കാണിക്കുന്നത്. ആണോ? ആ അപ്പൊ അവൻ നോ സ്നാപ്പ്. പിന്നെ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അവൻ മറ്റേ ഓക്കെ ബില്ലി ബോബി ബ്രൗൺ ആയിട്ട് നടക്കുന്ന ഫുൾ അതാ. അവര് കിസ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്, പക്ഷെ അതിന്റെ എല്ലാത്തിന്റെ എക്സ്ക്യൂസ് എന്ന് വെച്ചാൽ പുള്ളി ഗേയാ. ഈ പുള്ളിക്കാരത്തിക്ക് വേറെ ഹസ്ബൻഡ് ഉണ്ട്. അതെനിക്കറിയാം. ഹസ്ബൻഡ് അല്ല, എനിക്കൊന്ന് ബോയ് ഫ്രണ്ടാ. പക്ഷെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു, Married ആ. ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്തവര്. അഡോപ്റ്റ് ചെയ്തതാണോ ഇത്? കൊച്ചിനെ അഡോപ്റ്റ് ചെയ്ത. ഓക്കെ, എനിക്കത് അറിയത്തില്ലായിരുന്നു. പക്ഷെ യാ, അതിന്റെ എല്ലാത്തിന്റെ എക്സ്ക്യൂസ് എന്ന് വെച്ചാൽ ഈ പുള്ളി ഗേ ആന്നുള്ളയാ. പക്ഷെ ആ പുള്ളി ഗേ ആന്നുള്ള സംഭവം സീരീസിൽ കാണിക്കേണ്ട ഒരു സംഭവം എന്താണ് എനിക്ക് അതിന്റെ കുറെ ഒരു പോയിന്റും ഇല്ലായിരുന്നു. ഔട്ട് ഓഫ് നോവെയർ അത് പുള്ളി ഗേ. എല്ലായിടത്തും ഉണ്ട്, അത് എല്ലാ സീരീസിലും ഉണ്ട്. മറ്റേ അംബ്രല അക്കാഡമി ഇല്ലേ, അക്കാഡമി. അതിനകത്ത് മറ്റേ ഒരുത്തനാണെങ്കിൽ പെണ്ണ് ആണായി, അതവരാണെങ്കിൽ നൈസായിട്ട് ഇതിനകത്തും കൂടെ കയറ്റി. എന്നിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി ഇങ്ങനെ പറയുക, ഞാൻ ഇന്ന പോലെ ഇതായി, എനിക്ക് ഇങ്ങനെ എല്ലാവരും അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് കൈ കടിച്ചിട്ട് കരയുന്നത്. അതൊക്കെ ഒരാളുടെ കാര്യമാണ് അത്. അവരങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? നമ്മള് സീരീസ് കാണാനല്ലേ സീരീസ് കാണുന്നല്ല, അവരുടെ ലൈഫ് കാണാനാണെങ്കിൽ നമ്മൾ വേറെ ടോപ്പിക്കിലേക്ക് പോകുന്നു. ടോപ്പ് 3 സംഭവം പറയുവാണെങ്കിൽ ഏത് പറയും? ടോപ്പ് 3 ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വേണേൽ ആദ്യം ബ്രേക്കിംഗ് ബാഡ് വെക്കും. പിന്നെ ഹൗ ഐ മെറ്റ് യുവർ മദർ. അതൊരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അതൊരു സീരീസ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി, തീർന്നു പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് കാണും. അങ്ങനെ ഒരു പോസ്റ്റ് വന്നൊരു സാധനമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. എല്ലാവരും കണക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ പറയാനാണ് ഗെയിം ഓഫ് ത്രോൺസ്. ബെൻസ് ബൈ ഇത് കണ്ടായിരുന്നോ? ഏത്? Stranger Things? ഞാൻ വളരെ കുറച്ച് സീരീസ് കണ്ടിട്ടുള്ളൂ, വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. ബെൻസ് ബൈ ചുമ്മാ അറിയില്ല ഫാനാ ബെൻസ് ബൈ. ആരുടെ ഒന്ന് പോയടാ. ഞാനിത് തുടക്കം കണ്ടിട്ടുണ്ട്, കുറെ 2-3 സീസൺ കണ്ടിട്ടുണ്ട്. പിന്നെ കുറെ കാലത്തെ കാണുന്നില്ല. കാര്യം പറയാൻ കാണാണ്ടിരിക്കുന്നല്ലോ നമുക്കൊന്നും. വളരെ സോ ഗോകു മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ടോപ്പ് 3 അതായത് favorites ചിന്തിച്ചു, ഏതൊക്കെയാ? അതായത് ഇതൊരു ഫേവറേറ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് ആനിമി നമ്മൾ ആനിമയുടെ രീതി കാണണം, ഇത് നമ്മൾ ഇതിന്റെ രീതി കാണണം. ആനിമ അല്ല, ടി വി ഷോ. ഷോ ഇത് ഒരു ഷോ എന്നുള്ള രീതി നോക്കുമ്പോ എനിക്ക് അതും ഇഷ്ടമാ ഇതും ഇഷ്ടമാ, അതായത് ആനിമി ഇഷ്ടമാ ഇതും ഇഷ്ടമാ. അല്ല, ആനിമ വിട്. ഓവറോൾ നിനക്ക് ഇഷ്ടപ്പെട്ട 3 TV ഷോസ് show. പറയാനാണെങ്കിൽ ആനിമ ഇല്ല, ആനിമ വിട്. ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറെ ആകെപ്പാടെ ആൾക്കാർ. ഞാൻ 4 കണ്ടിട്ടുള്ളൂ. അതിൽ 3 ഇഷ്ടപ്പെടുന്നത് വെച്ച് ഞാൻ ഏതൊക്കെ പറയണം? അത് ഞാനൊക്കെ ബ്രേക്കിംഗ് ബാഡ് എന്റെ ഫേവറേറ്റാ, 1, 2. പിന്നെ ഞാൻ മണി ഹേസ്റ്റ് കണ്ടിട്ടുണ്ട്, ഈ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഗെയിം ഓഫ് ത്രോൺസ് അടിപൊളിയാണ്. എന്തോ എനിക്ക് അതിനോടൊരു അവസാനമാണോ? ഏ അവസാനം എൻഡ് ചെയ്തതാണോ? ഫുള്ള് ഞാൻ മൊത്തത്തിൽ കണ്ടു. അത് സത്യം പറഞ്ഞ എനിക്കെന്തോ അതിനോട് വലുതായിട്ടൊരു കണക്ഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. പക്ഷെ എനിക്കെന്തോ വന്നിട്ടില്ല. ബ്രേക്കിംഗ് ബാഡാ? അല്ലല്ല, Game of ത്രോൺസ്. അത് എല്ലാരും പക്ഷെ അടിപൊളി എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറയണുണ്ടല്ലോ, അത് ഇറങ്ങിയ സമയത്ത് ആ ഒരു സമയത്ത് കാണുന്നവർക്ക് കുറെ കൂടെ ഇഷ്ടപ്പെടും. നമ്മളിരുന്ന് കണ്ടത് അത് 2-3 സീസൺ ലാസ്റ്റ് സീസൺ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ ഒറ്റയടിക്കിരുന്ന് കണ്ടു തീർത്തത്. സോ അപ്പൊ അന്നേരം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിപ്പോ പറയുകയാണെങ്കിൽ എത്ര 7 വർഷം ബാക്കിൽ നമ്മൾ 2019 കാണുന്നത്. 2019 നമ്മൾ കണ്ടത്. അന്നേരം രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലിപ്പിയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടുമെന്ന്. ഞാൻ അത്ര കണ്ടിട്ടുള്ളൂ, അതിൽ കൂടുതൽ കണ്ടിട്ടില്ല. ഓക്കെ. സോ നിന്റെ ടോപ്പ് 3 ഏതൊക്കെയാ? 3 കണ്ടിട്ടുള്ള ആ 3 കണ്ടിട്ടില്ല. പക്ഷെ നീ ഇതൊക്കെ കണ്ടിട്ടില്ലല്ലേ? ഏതാ? അനിമ കണ്ടിട്ടില്ലല്ലേ? അനിമി അത് വേറെ ഇത് Separate വേറെ. ആണല്ലോ. അതാ ഞാൻ ചോദിച്ചത്. എടാ മറ്റേ സീരീസിന്റെ പേരായിരുന്നു, അത് നല്ലായിരുന്നു. ബ്ലാക്ക് മിറർ. ബ്ലാക്ക് മിറർ. അത് നല്ല പക്ഷെ അതിലെ എല്ലാ എപ്പിസോഡും നല്ലതല്ല. അല്ല പക്ഷെ അത് പക്ഷെ കുറെ നമ്മൾക്ക് ചിലത് ചിന്തിക്കാൻ പറ്റിയ കൂട്ട് സാധനങ്ങളാണ്. ടോപ്പ് ടിയർ. സോ എൻ്റെ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സീരീസുകൾ ഭയങ്കര മിനിമലായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അത് ഇല്ല. ഞാൻ അതുകൊണ്ട് അനിമ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് അനിമ 1-2 നോട്ട്. അനിമ പറഞ്ഞു നീ കണ്ട Yeah. കാര്യങ്ങൾ. പക്ഷെ അനിമയുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആരെങ്കിലും അനിമ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അനിമയുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എനിക്ക് തോന്നിയത് നമ്മൾ സീരീസുകളിൽ മൂവീസ് കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഹൻലാലിൻ്റെ ഒരു സിനിമ കാണുമ്പോഴത്തേനും നമ്മുടെ മോഹൻലാലിനെ നമുക്ക് നേരത്തെ അറിയാം, നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പം നമുക്ക് എവിടെയൊക്കെയോ മോഹൻലാലിനെ നമുക്ക് എവിടെയൊക്കെ അറിയാം. അതുകൊണ്ടാണ് ചില സീനുകൾ മോഹൻലാൽ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കുമ്പോൾ നമുക്ക് മാസമായിട്ട് വന്ന്. പക്ഷേ അനിമേസിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടില്ല, പുതിയ ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശിച്ച ആൾ എങ്ങനെയാണോ ഉദ്ദേശിച്ച പുള്ളിക്ക് അതുപോലെ തന്നെ ചെയ്യിക്കാം. അതിന് ബെസ്റ്റ് ആക്ടർ ആവണമെന്നില്ല, ബെസ്റ്റ് നന്നായിട്ട് വരയ്ക്കാൻ പറ്റാതെ. അപ്പോൾ ഇച്ചിരി കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അനിമേസ് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് വന്നു സീരീസിന്. പക്ഷേ ഞാൻ എഴുതി വെച്ചേക്കുന്ന ഒന്ന് ഇവൻ ബ്രേക്കിംഗ് ബാഡ് ഓൾറെഡി പറഞ്ഞു. ഞാൻ ആകെ കണ്ടിട്ടുള്ള സീരീസിൽ കുറച്ച് ഒരെണ്ണം ബ്രേക്കിംഗ് ബാഡ്. അത് ആ ഒരു സമയത്ത് ഇതുപോലെ $2000 CRB ഗവൺമെൻറ് തന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതിന് ചെയ്യാനൊന്നുമില്ലായിട്ട് ഇതിന് അത് കണ്ടായിരുന്നു. പിന്നെ ഞാൻ റീസെൻ്റ്ലി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സൈഡിൽ ഞാൻ നോക്കത്തില്ല കേട്ടോ, സൈഡിൽ വെച്ചിട്ടുള്ളൂ, ആരും തെറ്റിദ്ധരിക്കരുത്. സൈഡിൽ വെച്ച് ഞാൻ കണ്ടത് ലാസ്റ്റ് ഡാൻസാണ്, നമ്മുടെ മൈക്കിൾ ജോർഡൻ്റെ ഡോക്യുമെൻ്ററി.
അടിപൊളിയാണ്. അത് കുറച്ച് കുറച്ച് എന്താ പറയുന്നത്, ഒരു കാര്യം പുള്ളി ഒരു ഭയങ്കര സൈക്കോ കോമ്പറ്റേറ്റർ ആയിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്. സോ മൈക്കൽ ജോർഡൻ ഇഷ്ടമല്ലെങ്കിൽ മൈക്കൽ ജോർഡൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണമെന്നുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ആൻഡ് അത് അടിപൊളിയായിട്ട് എടുത്തു വെച്ചാൽ നെറ്റ്ഫ്ലിക്സിലുണ്ട്. ബോറിംഗ് ആയിട്ടല്ല എടുത്തു വെച്ചേക്കുന്നത്, സാധാരണ ചില ഡോക്യുമെൻ്ററി പോലെ. ഇത് ആക്ച്വലി നൈസ് സീനുണ്ട്, മ്യൂസിക്കൊക്കെ അവർ ഇട്ടേക്കുന്നത്, ആൻഡ് ചില സീനുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ വരുന്നത്. ആൻഡ് പുള്ളി ആക്ച്വലി ഗോട്ടാണെന്ന് ആൾക്കാർ പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാത്ത ആൾക്കാർ അത് കണ്ടാൽ മനസ്സിലാവും മൈക്കൽ ജോർഡൻ ആരായിരുന്നു എന്തായിരുന്നുള്ള സംഭവം. സോ അത് പിന്നെ ഒരെണ്ണം അതൊക്കെ അനിമയാണ്. അത് ടോക്കിയോ റിവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അനിമയുണ്ട്. അത് ആ ഒരു അനിമയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ആദ്യത്തെ ഒരു 10 സെക്കൻഡിൽ നിങ്ങൾക്ക് അത് മിക്കവാറും ഇൻട്രസ്റ്റ് ആവും. കാര്യം എൻ്റെ ആദ്യത്തെ സീൻ തന്നെ ഒരു ട്വിസ്റ്റി സീനാണ്. ആ ഒരു സീൻ കാണുമ്പോഴത്തേനും അയ്യോ എന്താ സംഭവിച്ച ആ ഒരു സംഭവം അറിയാനായിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് പോകുമ്പോഴത്തേനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സീനാണ്. എനിക്കൊന്നും ഞാൻ ഫുള്ള് കണ്ടില്ല, കാര്യം ഞാൻ പിന്നെ നിർത്തി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എപ്പിസോഡ് എല്ലാ ആഴ്ചയിലും വരുന്നത്, നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പിന്നെ ആ ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുറേ നാളായിട്ട് കണ്ടിട്ടില്ല. മിക്കവാറും ഒരു 10-70 വയസ്സാകുമ്പോൾ ഞാൻ കണ്ടു തീർക്കും. പിന്നെ ഞാൻ ഒരു അനിമയും കൂടി അത് അനിമയല്ല, എനിക്കൊന്ന് ഷോർട്ട് മൂവി. ഇത് ആക്ച്വലി ആർക്ക് വേണമെങ്കിലും പോയിട്ട് ഇപ്പോൾ വാച്ച് ചെയ്യാന്നുള്ളൂ. സോ അതിൻ്റെ പേര് ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ജാപ്പനീസ് എന്തോ ഒരു മൂവിയാണ്. അത് കൺവേർട്ട് ചെയ്തത്. അത് ഞാൻ ആ കോവിഡിൻ്റെ സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു കണ്ടാണ്. ഭയങ്കര ഇമോഷണലാണ്, അറ്റാച്ചിങ് ആണ്. അതിൻ്റെ പ്ലോട്ട് ലൈൻ കുറേ മൂവീസ് അതുപോലെ ചെയ്തിട്ടുണ്ട്. കുറേ അത് ആദ്യം ആരും ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ബേസിക്കലി ഒരു നടിക്ക് ഒരു അസുഖമുണ്ട്. ആ ഒരു കോളേജിൽ നിൽക്കുന്ന നടന്നവന് ആ ഒരു പയ്യൻ അവളെ ഇഷ്ടമാവും. ആൻഡ് അവൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അവർ തമ്മിൽ പരിചയപ്പെടുന്നു. ആ ഒരു സീക്രട്ട് അവരുടെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത കുറച്ച് മാസങ്ങൾ അവളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൈംസ് ഓഫ് അവർ ലൈഫായിരുന്നു. അപ്പോൾ അതിൽ അവൻ്റെ വന്ന റിയലൈസേഷൻസ്, അവൻ്റെ എക്സ്പീരിയൻസുകൾ, സംഭവങ്ങൾ ഭയങ്കരമായിട്ട് ആ ഒരു മ്യൂസിക് ഈ അനിമ ആയതുകൊണ്ട് എനിക്കൊന്ന് ഇച്ചിരി ഫീൽ ചെയ്യാൻ പറ്റും ആ സംഭവം. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ട് കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിരുന്നു ആ ഒരു സമയത്ത്. സോ എനിക്കിതിൻ്റെ പേര് കിട്ടുന്നില്ലായിരുന്നു, ഞാൻ കുറേ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ചത്. സോ ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ആഡ് ചെയ്യാനാണെങ്കിൽ ഇനി സംഗീതിൻ്റെ. ഇപ്പം ഇവൻ പറഞ്ഞ ആനിമ അത് ഞാനും കണ്ടിട്ടുണ്ട്. അത് ഒരു ഭയങ്കര ഒരു അടിപൊളി ഒരു ഇമോഷണൽ ഒരു ആനിമയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ വേറൊരു ഷോ ആയിരുന്നു യുവർ നെയിം എന്ന് പറഞ്ഞ്. അതും ഇങ്ങനെ തന്നെ ഒരു ആനിമയാണ്. ആനിമ കാണുമ്പോൾ ഡെഫിനറ്റ്ലി അത് കുറച്ചും കൂടി ഒരു എളുപ്പമാണ്. ഇമോഷൻസ് നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഷോ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 3 ഷോ, അത് 3ൽ എനിക്ക് റാങ്കൊന്നുമില്ല, പക്ഷേ 3ഉം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോയാണ്. ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഡാർക്ക് ഞാൻ 2020 കണ്ടായിരുന്നു. അന്ന് 6 വർഷം മുമ്പ് കണ്ടപ്പോഴും എനിക്ക് സ്റ്റോറിയൊക്കെ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള തോന്നിയൊരു ഷോയാണ് അത്. അതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ മൈൻഡ് ഫക്ക് എന്ന് പറഞ്ഞാൽ മൈൻഡ് വേറെ ലെവലിലായി പോകും. നമ്മൾ ഓർക്കും ഇത് എന്താ ഇവിടെ നടക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അത് കാണുമ്പോൾ നമുക്ക് ഒറ്റ ഇരിപ്പിൽ ഫുള്ള് ഷോ കണ്ടു തീർക്കും. അങ്ങനെയാണ് ഓരോ എപ്പിസോഡ് കാണുമ്പോൾ എന്തേലും നെക്സ്റ്റ് എപ്പിസോഡ് ഇപ്പം തന്നെ കാണണം, അങ്ങനത്തെ ഒരു സീരീസ് ആയിരുന്നു എനിക്ക് വേണ്ടി. അതിൻ്റെ ഈവൻ എൻഡിങ് ആണെങ്കിലും എനിക്ക് വന്ന ഭയങ്കര ഒരു ഫിസിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻഡിങ്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ ഇതാണ്. എൻഡിങ് എനിക്ക് അത്രയും മനസ്സിലായില്ല, പക്ഷേ സുഖമായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ കണ്ട സമയത്ത് എനിക്ക് 14-15 വയസ്സുള്ളായിരുന്നു. എനിക്ക് കണ്ടിട്ട് മനസ്സിലായിരുന്നു. ഏറെക്കുറെ ഒരു 90% എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് 10-18 വയസ്സുള്ള ആൾക്ക് എന്തായാലും സുഖമായിട്ട് മനസ്സിലാവുന്നുള്ളൂ. അതൊരു ഷോ. സെക്കൻഡ്ലി എനിക്കൊരു മെൻഷൻ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദി എന്താ പറയുക, നമുക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് തരാൻ പറ്റിയ ഒരു ഷോ ആയിരുന്നു. നമ്മൾ ഓരോ എപ്പിസോഡ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ഷോ ആയിരുന്നത്. അറ്റ് എ ടൈം എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ഷോ ആയിരുന്നത്. ഭയങ്കര ജോയ്, ഓരോ മിനിറ്റിൽ ചിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. പ്ലസ് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ആ ക്യാരക്ടേഴ്സ് എല്ലാവരും ഫ്രണ്ട്സാണ്. അവർ ഒരുമിച്ചൊരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരു സംഭവം. എനിക്ക് തോന്നുന്നു നമുക്കാണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അതും പിന്നെ അവരുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, പയ്യെ ഒരു ഫ്രണ്ട്സിൽ നിന്ന് അഡൾട്ട് ആവുന്നു, ആ ഒരു ലൈഫിൻ്റെ ഒരു സംഭവമാണ്. അതിൽ കുറേ ഇമോഷണൽ സംഭവങ്ങളുണ്ട്, പക്ഷേ മെയിൻ തിങ് കുറേ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവം. അതിന് കുറേ ഉണ്ട്. അതിന് 10 സീസണുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ സീസണിൽ എനിക്ക് തോന്നുന്നു 24 എപ്പിസോഡ് എന്തുണ്ട്. പക്ഷേ ഓരോ എപ്പിസോഡ് 20 മിനിറ്റേ ഉള്ളൂ, അധികം ഇല്ല. എല്ലാ എപ്പിസോഡും 20 മിനിറ്റ് തീരും. അത് കുറച്ച് പണ്ടത്തെ ടൈമിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും ഇതെന്താണ്, ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ചിരിക്കുന്നു. ആദ്യത്തെ എപ്പിസോഡൊക്കെ
അത് ഹൗ കാണും ഐ മെറ്റ് യുവർ മദറും അതുപോലെ തന്നെയാണ്. അത് കാണുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണെന്ന് തോന്നും. പക്ഷെ ഒരു 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമോഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നത്. ഒരിടയ്ക്ക് യങ് ചിൽഡ്രൻ എനിക്ക് ഇഷ്ടമായിരുന്നു. യങ് ചിൽഡ്രൻ നല്ല അയ്യോ, രസമാണ്. അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി. യങ് ചിൽഡ്രൻ നല്ല നല്ല ഞാൻ കണ്ടിരിക്കുന്നത്. ഫുള്ള് കണ്ടിട്ടുണ്ട് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബെറ്റ്സ് കണ്ടാണ് അപ്പോൾ എല്ലാവർക്കും കാണാം. യങ് ചിൽഡ്രൻ അത് നല്ല രസമായിരുന്നു കാണാൻ. ഓക്കെ ഓക്കെ. പക്ഷേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചിരിക്കുന്ന സംഭവം അത് ആക്ച്വലി ആൾക്കാർ കാണുമ്പോഴത്തേക്കും ഇവൻച്വലി ഇത് സെറ്റ് ആവുമല്ലോ. അത് സെറ്റാവും. എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ എവഞ്ചലി അവർ ചിരിക്കുമ്പോൾ നമ്മളും കിടന്ന് ചിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ഓക്കെ. സോ ആരെങ്കിലും ഷോസ് സംഭവങ്ങളൊക്കെ കാണാൻ ആലോചിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പറഞ്ഞത് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ഞാൻ എന്തായാലും കാണാൻ പോകുന്നില്ല ഈ പറഞ്ഞൊന്നും. എനിക്ക് ഞാൻ ഷോയുടെ ആളല്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ വൈദ്യുതി കമൻറ്റിൽ പറയുക. നിങ്ങൾ ഏതെങ്കിലും ഷോസ് ഞങ്ങൾ നമ്മൾ കണ്ട് വേറൊരു ഷോ ഇല്ലായിരുന്നു, ഒരു ഇന്ത്യൻ ഒരു ഹിന്ദി ഒരു ഷോ ഇല്ലായിരുന്നു, ഒരുത്തൻ മുന്നാബായി. പൈസ പ്രിന്റ് ചെയ്യുന്നതാണ്. ഇല്ലില്ല, പൈസ അത് ഫർസി ഒരു നല്ല ഷോ ആയിരുന്നു. പക്ഷെ നമ്മൾ കണ്ട് ഒരു മുന്നാബായി അതില് ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് പേര് ഓർമ്മയില്ല. എന്തോ അത് ആമസോണിലുള്ളതാണോ? ആമസോണിലുള്ള ഓക്കെ. അതില് പേരറിയില്ല എനിക്ക്. അത് സീനായിരുന്നു കേട്ടോ. അത് സീനായിരുന്നു. പക്ഷെ അത് ഞാൻ സീസൺ 2 ഇപ്പം ഞാൻ നിർത്തിയായിരുന്നു. നീ പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ സീസൺ 1 സീസൺ 2 കണ്ടായിരുന്നു. പക്ഷെ സീസൺ 1 ഗോട്ടഡ് ആയിരുന്നു. സീസൺ 1 മസ്റ്റ് വാച്ച്. സോ ഗൈസ് ദാറ്റ്സ് ബീൻ സെഡ്. ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഒഫീഷ്യലി റാപ്പപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡാണ് ഞങ്ങൾ. സോ ഇന്ന് അഗൈൻ ഇതിന്നിപ്പോൾ ഓൾറെഡി ഇപ്പം തന്നെ ഞങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 സംഭവങ്ങൾ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള സംഭവം ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഇങ്ങനെയാണ് ഞങ്ങൾ ഇവോൾവ് ആകാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളും ബെറ്റർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഞങ്ങൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു വന്നിട്ട് കാണാനും അതിന് കുറേ എപ്പിസോഡ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇതിങ്ങനെയായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ മാറിയല്ലോ എന്നൊക്കെ പറയാനായിട്ടുള്ളൊരു എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ സ്റ്റുഡിയോ സെറ്റപ്പുകൾ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ തോട്ട്സും ഒപ്പീനിയനിൽ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ, എഗ്രി ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പറയാം. മിക്കവാറും ഈ എപ്പിസോഡ് തുടക്കത്തിൽ ഞങ്ങളുടെ ഫാമിലി മാത്രമേ കാണത്തുള്ളൂ. ആൻഡ് ഇവൻച്വലി എനിക്ക് വന്ന മിക്കവാറും ഞങ്ങളുടെ ഫാൻസൊക്കെ തിരിച്ചു വന്ന് വീണ്ടും കാണുമായിരിക്കും. സോ അങ്ങനത്തെ ആളാണെങ്കിൽ ഹലോ ഹായ്. സോ ദാറ്റ് ബീങ് സെഡ് ഞങ്ങൾ റാപ്പപ്പ് ചെയ്യാണ്. ആൻഡ് എല്ലാവരും ബൈ ദ വേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളിത് ഒഫീഷ്യലി റെക്കോർഡ് ചെയ്യുന്നത് January 2 ആക്ച്വലി ഇപ്പോൾ January 3 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. സോ ടേക്ക് കെയർ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? അത്രേ ഉള്ളൂ. ഹാപ്പി ന്യൂ ഇയർ. Take care guys. Bye bye.